നമസ്കാരം. ഇന്ന് IFPSന്റെ തുടർന്ന് വരുന്ന മലയാളം വെബിനാറിന്റെ 1834 ദിവസമാണ്. ഇന്നത്തെ മലയാളം സെഷനിൽ നമുക്ക് ഒരു ചർച്ചയാണ്. ഇന്നത്തെ ചർച്ചയുടെ വിഷയം പ്രൈമറി അമീബിക് എൻകഫലൈറ്റിസ് എന്നുള്ള മെനിഞ്ചോ എൻകഫലൈറ്റിസ് എന്നുള്ള അസുഖത്തിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്ന് പല സ്ഥലങ്ങളിലും കേരളത്തിന്റെ വടക്ക് മുതൽ തെക്ക് വരെ അങ്ങിങ്ങായിട്ട് ഈ മസ്തിഷ്ക ജ്വരം, അമീബിക് മസ്തിഷ്ക ജ്വരം എന്നറിയപ്പെടുന്ന അസുഖം അങ്ങിങ്ങ് കേൾക്കുന്നുണ്ട്. ചില മരണങ്ങളും സംഭവിച്ചിട്ടുണ്ട്. പാലക്കാട് ജില്ലയിലാണ് ആദ്യം റിപ്പോർട്ട് ചെയ്തത്. അവിടെ കോവിഡ് കാലത്ത് പ്രഖ്യാപിച്ചതുപോലെ കണ്ടെയ്ൻമെന്റ് സോണൊക്കെ പ്രഖ്യാപിച്ച വിവരങ്ങളെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കുകയാണ്. അപ്പൊ അതിനെക്കുറിച്ചാണ് ഇന്ന് ഹോമിയോപ്പതിയില് നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുക, മാനേജ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളെ കുറിച്ചെല്ലാം ഉള്ള ചർച്ചയാണ്. എല്ലാ ഡോക്ടേഴ്സും അവരവരുടെ അഭിപ്രായങ്ങളും എന്തെങ്കിലും എക്സ്പീരിയൻസും ഇന്നതുപോലെ നമുക്കത് മാനേജ് ചെയ്യാം എന്നുള്ള അഭിപ്രായങ്ങളും എല്ലാം എല്ലാവരും പറയുക. എല്ലാം റെഡിയായിരിക്കുക അഭിപ്രായങ്ങൾ പറയാൻ. ഇന്നത്തെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നതിനു വേണ്ടി സൂം പ്ലാറ്റ്ഫോമിലെത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും വളരെ സ്നേഹപൂർവ്വം ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മനോഹരൻ സാറ് ജോയിൻ ചെയ്തിട്ടുണ്ട്. വളരെ സന്തോഷം. നമ്മളെ ലത ഡോക്ടറുടെ ഹസ്ബൻഡാണ്. എന്തായാലും ലതാ മനോഹരൻ സാറ് ഇന്ന് ജോയിൻ ചെയ്തു. കണ്ടതിൽ വളരെ സന്തോഷം. സാർ ഇനിയും എല്ലാ ദിവസങ്ങളിലും പ്രോഗ്രാമിൽ പങ്കുചേരണം. കണ്ടതിൽ വളരെ സന്തോഷം. എന്തായാലും ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥനയോടുകൂടി നമ്മുടെ ചർച്ച ആരംഭിക്കും. നന്ദി. അമീബിക് മെനിഞ്ചോ എൻകഫലൈറ്റിസിനെ കുറിച്ച് ആമുഖമായി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നതിന് വേണ്ടി ഞാൻ ഡോക്ടർ ധനേഷിനെ സ്വാഗതം ചെയ്യും. നന്ദി ശൈല ഡോക്ടറെ. നമ്മളെപ്പോഴും ആനുകാലിക വിഷയങ്ങൾ ഈ വേദിയിൽ ചർച്ച ചെയ്യാറുണ്ട്. അതിൽ ഏറ്റവും സുപ്രധാനമായ ഒരു ദിവസം തന്നെയാണിത്. കാരണം ഈ പ്രൈമറി മെനിഞ്ചോ എൻകഫലൈറ്റിസ് എന്ന ഈ അസുഖം കേരളത്തിൽ ഇന്നിപ്പോഴ് വളരെ ഒരു അതിഭീകരനായ വില്ലനായിട്ട് നിൽക്കുന്നൊരവസ്ഥയാണ്. അപ്പൊ തീർച്ചയായും ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് ഹോമിയോപ്പതിക്ക് എന്ത് ചെയ്യാനാവും? അതൊരു വലിയൊരു ചോദ്യമാണ്. കാരണം ഇപ്പം നമുക്ക് ആർക്കും ഇത് ചികിത്സിച്ച ഒരു അനുഭവം നമുക്ക് പുറത്തു വന്നിട്ടില്ല. ഒരുപക്ഷെ നമ്മളറിയാതെ നമ്മളൊക്കെ ചികിത്സിച്ചിട്ടുണ്ടാവാം. കാരണം ഈ ഹോമിയോപ്പതി സമൂഹം ഒരിക്കലും രോഗത്തെ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള ഒരു ചികിത്സയല്ല നമ്മൾ ചെയ്യുന്നത്. നമ്മളെപ്പോഴും വ്യക്തിഗതമായ ഒരു ചികിത്സയാണ്. അപ്പം ഒരു വ്യക്തി നമ്മുടെ മുന്നിൽ എത്തിച്ചേരുമ്പോൾ ആ വ്യക്തി എന്തൊക്കെയാണ് പറയുന്നത്, ആ വ്യക്തിയുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ഇതെല്ലാം നമ്മൾ അറിയുന്നു. അതനുസരിച്ച് നമ്മൾ ഒരു സിമിലിമം കണ്ടുപിടിക്കുന്നു, അത് കൊടുക്കുന്നു, റിസൾട്ട് കിട്ടുന്നു. അപ്പോൾ തീർച്ചയായും അവിടെ ഈ ഡയഗ്നോസിസ് മാത്രമാണോ ഹോമിയോപ്പതി ചികിത്സയുടെ പ്രാധാന്യം അടിസ്ഥാനം എന്ന് ചോദിച്ചാൽ, ഡയഗ്നോസിസ് നമ്മുടെ ഒരു ഫസ്റ്റ് സ്റ്റേജ് മാത്രമാണ്. ഒരിക്കലും ഡയഗ്നോസിസിൽ നമ്മുടെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങുന്നില്ല. നമ്മുടെ ഡയഗ്നോസിസ് കഴിഞ്ഞാലും അതിനപ്പുറം ഓരോ വ്യക്തിക്കും എന്തൊക്കെയാണ് വ്യത്യസ്തതയുള്ളത് എന്ന് മനസ്സിലാക്കിയിട്ട് ആ വ്യത്യസ്തത എന്താണെന്ന് മനസ്സിലാക്കി ആ വ്യത്യസ്തതയിൽ ആണ് നമ്മൾ ഓരോ മരുന്നും കണ്ടുപിടിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ അമീബിക് എൻസെഫലൈറ്റിസ് എന്ന് പറയുന്ന ഈ രോഗത്തിന് ഒരിക്കലും ഏതെങ്കിലും ഒരു മരുന്ന് ഹോമിയോപ്പതിയിൽ പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല, പറയാനും പാടില്ല. കാരണം അങ്ങനെ നമ്മൾ പറഞ്ഞാൽ അത് നമ്മുടെ ഹോമിയോപ്പതിയുടെ തിയറിക്ക് തന്നെ വിരുദ്ധമാവും. അപ്പം ചികിത്സ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റെല്ലാ രോഗങ്ങൾക്കും ചികിത്സ ഉള്ളതുപോലെ തന്നെ നമുക്ക് ഈ രോഗത്തെയും നമുക്ക് നേരിടാൻ പറ്റും. അതിൻ്റെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, പണ്ട് 2006-7 കാലഘട്ടത്തിൽ ഇവിടെ ചിക്കൻ ഗുനിയ ആഞ്ഞടിച്ചപ്പോൾ ധാരാളം 100-200ഓളം മരണങ്ങൾ അടുപ്പിച്ചുണ്ടായി.
അന്ന് ഹോമിയോപ്പതിയുടെ ചികിത്സ ആ, ആദ്യമായിട്ട് വന്നില്ല. പക്ഷേ നമ്മുടെയൊക്കെ കൈകളിൽ ഈ രോഗം കിട്ടുകയും നമുക്ക് ചികിത്സിച്ചപ്പോൾ വളരെ വേഗത്തിൽ അതിനെ ചികിത്സിച്ച് മാറ്റാൻ പറ്റിയതോടുകൂടി നമ്മൾ അങ്ങ് പ്രഖ്യാപിക്കുകയാണ് ഹോമിയോപ്പതി ഈ ചിക്കൻ ഗുനിയയ്ക്ക് ചികിത്സ ഉണ്ട് എന്നുള്ളൊരു സത്യം. ഈ ഇത് വെറുതെ അങ്ങ് പറയുകയായിരുന്നില്ല. നമ്മൾ ചികിത്സിച്ച രോഗികളുടെ എവിഡൻസ് വീഡിയോ എടുത്ത് രോഗത്തിന് മുമ്പും രോഗത്തിന് ശേഷവും ചികിത്സയ്ക്ക് ശേഷമുള്ള വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്ത വഴി നമ്മൾ സ്ഥാപിച്ചു ഈ പറഞ്ഞ ചിക്കൻ ഗുനിയയ്ക്ക് നമുക്ക് ചികിത്സ ഉണ്ട്. അത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും അതിൻ്റെ ഭാഗമായിട്ട് രോഗികൾ എല്ലാ ഹോമിയോപ്പതി ക്ലിനിക്കുകളിലോട്ടും ഇടിച്ചു കയറുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്ക് നാട്ടിൽ തന്നെ അത് അംഗീകരിക്കപ്പെടുകയാണ്. ഹോമിയോപ്പതിക്ക് ഇതിന് ചികിത്സയുണ്ട്. അപ്പോൾ അതുവരെ നമുക്ക് ചികിത്സ ഇല്ലെന്നാണ് എല്ലാവരും കരുതിയിരുന്നത്. അതോടുകൂടി ഈ ഒരു സീനറി തന്നെ മാറി. കൂടെ ഈ ബുദ്ധിമുട്ട് വരുന്ന ആൾക്കാരുടെ അസുഖങ്ങളൊക്കെ വേഗത്തിൽ മാറ്റാൻ പറ്റുന്ന ഒരു ചികിത്സാ രീതിയാണ് ഹോമിയോപ്പതി എന്നുള്ളൊരു സത്യം ജനം തിരിച്ചറിഞ്ഞു. അതുപോലെ തന്നെയാണ് കോവിഡ് കാലഘട്ടത്തിലും. കോവിഡിന് ചികിത്സ ഇല്ല എന്ന് അലോപ്പതിക്കാർ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴും നമ്മൾ അന്നും ഇതേ മെത്തേഡ് തന്നെയാണ്. നമുക്ക് ചികിത്സ ഉണ്ട്. കാരണം ഒരിക്കലും കോവിഡ് രോഗിയാണ് നമ്മൾ ചികിത്സിക്കുന്നത്. 10 കോവിഡ് രോഗി വന്നാൽ 10 പേർക്കും 10 ലക്ഷണമാണെങ്കിൽ 10 മരുന്നാണ്. ആ തത്വം തന്നെയാണ് നമുക്കിവിടെയും സ്വീകരിക്കാവുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് പിന്നെ നമ്മൾ വാട്ട് ഈസ് റെയർ ഇൻ എ പേഷ്യൻ്റ്, ഒരു രോഗിക്ക് മാത്രമായിട്ട് എന്തൊക്കെയാണ് പ്രത്യേകതകൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ, അതായത് നമ്മളിപ്പോൾ ഈ രോഗത്തെക്കുറിച്ച് അതിൻ്റെ ബേസിക് ആയിട്ട് പറയുകയാണെങ്കിൽ, ഈ ബേസിക് പറയുമ്പോൾ ഇത് ഒരു പ്രോട്ടോസോവൽ ഇൻഫെക്ഷനാണ്. അത് ജീവനുള്ള പ്രോട്ടോസോവയാണ്. ഈ പ്രോട്ടോസോവയുടെ പേര് തന്നെ നെഗേരിയ ഫ്ലൗലേറി എന്നാണ്. ഇത് വളരെ വസിക്കുന്നത് നമ്മുടെ ഈ രോഗമുള്ള ആൾക്കാർ തുമ്മുകയോ ചീറ്റുകയോ ചെയ്യുമ്പോൾ അത് വെള്ളത്തിൽ ചെന്നിട്ട് ആ വെള്ളത്തിലൂടെ വേറൊരാളുടെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞിട്ട് അവിടെ വെച്ചാണ് ഇത് മൾട്ടിപ്ലൈ ചെയ്ത് പെട്ടെന്ന് ഡയറക്റ്റ് ആയിട്ട് ബ്രെയിനിൽ കയറി ഈ അമീബ വളരുകയും ഈ അമീബ ബ്രെയിനിനെ കാർന്നു തന്നെയാണ് ചെയ്യുന്നതെന്നാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ ഈ അസുഖം വ്യാപിച്ചു കഴിഞ്ഞാൽ ഒരു 10-12 ദിവസത്തിന് അതിൻ്റെ ലക്ഷണങ്ങൾ പൂർണ്ണമായിട്ട് വരികയും അതിനുശേഷം വളരെ വേഗത്തിൽ തന്നെ 98% ആൾക്കാർ മരിക്കുന്നതായിട്ടാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ മരണ കാരണം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അത് ബ്രെയിൻ പ്രോബ്ലംസ് ഉണ്ടാകുന്നതുകൊണ്ടാണ്. അപ്പോൾ സാധാരണഗതി ബ്രെയിൻ പ്രോബ്ലംസ് ഉണ്ടാകുന്നവർക്ക് ഉണ്ടാകുന്ന രോഗലക്ഷണം, അതായത് ഒരു സാധാരണ പനി ഉണ്ടാകും, ടെമ്പറേച്ചർ ഉണ്ടാകും, ശരീരവേദന ഉണ്ടാകും, തലവേദന ആയിരിക്കും പ്രോമിനൻ്റ്. തലവേദന വന്ന് ഭയങ്കരമായിട്ട് ഛർദ്ദിക്കാൻ ഈ മെനിഞ്ചൽ ഇറിറ്റേഷനുള്ള എല്ലാ കേസിലും നിരന്തരം ഛർദിലുണ്ടാകും. അപ്പം അതിനുശേഷം കഴുത്തിങ്ങനെ സ്റ്റിഫായിട്ടിരിക്കും. അപ്പം കഴുത്ത് അങ്ങനെ സ്റ്റിഫായിട്ടിരിക്കുകയും അതിനോടനുബന്ധിച്ച് നമുക്ക് ചിലപ്പോൾ ടോട്ടൽ അപസ്മാരം ഉണ്ടാകുന്ന പോലുള്ള അവസ്ഥ ഉണ്ടാകുകയും അതിനുശേഷം രോഗി പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിക്കുകയൊക്കെ ചെയ്യാം. ഇത് വളരെ ഫാസ്റ്റായിട്ട് ബ്രെയിൻ ഡാമേജ് വരുത്തുന്ന രോഗമാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ഹോമിയോപ്പതി മെഡിസിൻ നമ്മൾ സെലക്ട് ചെയ്യുമ്പോഴും ഈ ലക്ഷണങ്ങൾ വെച്ച് വളരെ ഫാസ്റ്റായിട്ട് വളരെ പെട്ടെന്ന് വന്ന് പെട്ടെന്ന് ആൾ രക്ഷപ്പെടുകയോ പെട്ടെന്ന് മരിക്കുകയോ ചെയ്യാവുന്ന ഒരു രോഗമായതുകൊണ്ട് അങ്ങനെ ഫാസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്ന മെഡിസിൻസ്, എക്കണൈറ്റ് അങ്ങനെയുള്ളൊരു മെഡിസിനാണ്. വളരെ പെട്ടെന്ന് വന്ന് വളരെ ഇൻറ്റൻസിറ്റിയോടുകൂടി പ്രവർത്തിക്കും. അതുപോലെ തന്നെയാണ് ബെല്ലോണ, വളരെ വേഗത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു മെഡിസിനാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഹെലിബോറസ്, സ്ട്രമോണിയം, ഒപ്പിയം, ഇങ്ങനെയുള്ള കുറേ മെഡിസിൻസ് ബ്രെയിനിൽ ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യുന്ന മെഡിസിൻസ് ഉണ്ട്. അപ്പം ആ സമയത്ത് രോഗി ചിലപ്പോൾ തെറി പറയുന്നുണ്ട്, ഒരാണ്ടാവും 10 പേർ ഇതിൻ്റെ ഒരു മാനസികാവസ്ഥയിൽ പല രോഗലക്ഷണങ്ങളും കാണിക്കും. ആ ഹോമിയോപ്പതി ഡോക്ടറെ സംബന്ധിച്ച് അതിനൊക്കെയാണ് കൂടുതൽ പ്രാധാന്യം. അതുപോലെ ഈ കൺവെൻഷൻ വരുന്ന സമയത്ത് രോഗി എങ്ങനെയാണ് കൺവെൻഷനിൽ ഇരിക്കുന്നത്, മുമ്പോട്ട് ചാഞ്ഞാണോ ബാക്കിലോട്ട് വളഞ്ഞാണോ, അതോ ഏത് പോസ്ചർ, ഇതിനെല്ലാം നമുക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ മാനേജ് ചെയ്യാൻ പറ്റും. ഒരുപക്ഷെ അങ്ങനെ ഒരു അവസരം ഹോമിയോപ്പതിക്ക് കിട്ടുകയാണെങ്കിൽ ഈ മെഡിക്കൽ കോളേജ്, നമുക്കറിയാം ഇപ്പൊ തന്നെ 5 മരണങ്ങളാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സംഭവിച്ചിരിക്കുന്നത് ഈ ഒരു അസുഖത്തിന്റെ ഇതില്. അപ്പം രക്ഷപ്പെട്ടത് ഇതുവരെ ഒരാൾ മാത്രമാണ് രക്ഷപ്പെട്ടതായിട്ടാണ് പറഞ്ഞു കേൾക്കുന്നത്.
അപ്പം ഇങ്ങനെയുള്ള കേസുകളിൽ അവിടെ കിടക്കുന്ന രോഗികളിൽ നമുക്ക് മരുന്ന് കൊടുക്കാനുള്ള അവസരം കിട്ടുകയാണെങ്കിൽ നമുക്കൊരു പക്ഷേ ഈ ഡെത്ത് റേറ്റ് കുറയ്ക്കാൻ പറ്റും. അതിനുള്ള ഒരു ഓപ്ഷൻസ് നമ്മുടെ കയ്യിലുണ്ട്. അത് നമ്മുടെ ഹോമിയോപ്പതി മെഡിക്കൽ കോളേജിൽ ഡോക്ടർമാരുടെ സംഘം അത് ഏറ്റെടുക്കേണ്ടതാണെന്നാണ് എനിക്ക് ഈ വേദിയിൽ പ്രത്യേകിച്ച് പറയാനുള്ളത്. അപ്പൊ ഈ ഒരു അസുഖം വരുന്ന സമയത്ത് സാധാരണ ഏത് രോഗത്തിലും നമ്മൾ പറയും വ്യക്തിഗത ചികിത്സയാണ് നമുക്ക് ഉണ്ടായിരുന്നത്. അപ്പൊ തീർച്ചയായും ഈ രോഗത്തിലും നമുക്ക് അത് തന്നെയാണ് അഭികാമ്യം. അല്ലാതെ ഒരിക്കലും പിന്നെ ഇതിന് പ്രിവെന്റീവ് കൊടുക്കണോ എന്നൊരു ചോദ്യം പലരും ചോദിക്കാറുണ്ട്. അപ്പൊ തീർച്ചയായും അങ്ങനെ പ്രിവെന്റീവ് കോമൺ ആയിട്ട് കൊടുക്കേണ്ട ഒരു കാര്യമില്ല. കാരണം ഇതൊരു വാട്ടർ ബോൺ ഡിസീസ് പോലെ പെട്ടെന്ന് അങ്ങ് എല്ലാവരുടെയും വയറ്റിൽ ചെന്ന് പെട്ടെന്ന് വയറിളക്കോ ഛർദിലോ ഉണ്ടാക്കുന്ന രോഗമല്ല. ഇത് സ്പെസിഫിക് ആയിട്ട് ചില കുറെ വളരെ ചുരുക്കം പേരിൽ ഉണ്ടാകുന്ന രോഗമാണ്. അമേരിക്കയിലൊക്കെ പറയുകയാണെങ്കിൽ തന്നെ 10 ലക്ഷത്തിൽ ഒരാളാണ് മരിച്ചതായിട്ട് കേട്ടിരിക്കുന്നത്. പൊതുവെ അവിടെ ഉണ്ടാകുന്ന മരണത്തിൽ തന്നെ 10 ലക്ഷം മരണങ്ങൾ ഉണ്ടായാൽ അതിനിടയ്ക്ക് ഒരെണ്ണമൊക്കെയാണ് ഇങ്ങനെ മരിച്ചിരിക്കുന്നതായിട്ടാണ്. 318 പേരോ 358 പേരോ എന്തൊക്കെയാണ് ഇതുവരെ ഈ രോഗം വന്ന് മരിച്ചവരുടെ ലിസ്റ്റിലുള്ളത്. അതായത് രോഗം വന്നവർ തന്നെ വളരെ കുറവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് മരിച്ചവരുടെ എണ്ണവും അത്ര. പക്ഷെ രോഗം വന്നവരുടെ എണ്ണവും മരിച്ചവരുടെ എണ്ണം കൂടി നോക്കുമ്പോഴത്തേക്ക് പെർസെൻറ്റേജ് ഭയങ്കര കൂടുതലാണ് കാണിക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള കേസുകളിൽ നമുക്ക് നമ്മുടെ പൊതു വേദികളിലുള്ള കുളി, പെട്ടെന്ന് സാധാരണ കുളത്തിൽ ഉള്ള കുളി, അതുപോലെ തന്നെ ഈ പൊതുവെ സ്വിമ്മിംഗ് പൂളിലുള്ള കുളി, അതുപോലെ നമ്മുടെ പൈപ്പിൽ തന്നെ വരുന്ന മുനിസിപ്പാലിറ്റി പഞ്ചായത്ത് വഴിയൊക്കെ നമ്മുടെ ടാപ്പിൽ വരുന്ന വെള്ളം 100% ശുദ്ധമാണെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. ഒരുപക്ഷെ അങ്ങനെയുള്ള വെള്ളത്തിൽ കുളിച്ചാലും ഇത് പകരാവുന്നതാണ് എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ തീർച്ചയായും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. പിന്നെ കുളിക്കുമ്പോഴൊക്കെ തന്നെ കഴിയുന്നതും മൂക്കിൽ വെള്ളം കയറാതിരിക്കാനും നമ്മൾ ആ വെള്ളം കുടിക്കാതിരിക്കാനും ശ്രമിക്കുക. അപ്പോൾ പൊതുവെ ആൾക്കാരിങ്ങനെ വായിൽ വെള്ളം നിർത്തി കുറച്ച് കഴിഞ്ഞ് മൂക്കൊക്കെ അടച്ച് വെക്കുമ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ കുറച്ച് തുമ്മൽ പോലെ വന്നിട്ട് ഉള്ളിലൊക്കെ കയറാം. പെട്ടെന്ന് തന്നെ ഡയറക്റ്റ് ആയിട്ട് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാകാം. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. കഴിയുന്നതും തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക. പിന്നെ മറ്റ് പരിസര ശുചീകരണം എപ്പോഴും ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അത് ഏത് രോഗം വന്നാലും ഇതിലും അത് ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. നമ്മൾ നമ്മുടെ ചെപ്പ് ജയിലുകളൊക്കെ ഇട്ടുകയാണെങ്കിൽ കുളത്തിലൊക്കെ ഉണ്ടെങ്കിൽ അത് കൂടുതൽ ഇങ്ങനെയുള്ള അണുക്കൾ വളരാൻ കാരണമായിട്ട് മാറാം. ക്ലോറിനേറ്റഡ് വെള്ളം പൂർണ്ണമായിട്ടും സുരക്ഷിതമാണോ എന്ന് ചോദിച്ചാൽ അല്ലെന്നേ പറയാൻ പറ്റുള്ളൂ. ക്ലോറിൻ ഉപയോഗിച്ചുകൊണ്ട് മാത്രം ഇതിൻ്റെ ഈ പൂർണ്ണമായിട്ട് അണുവിമുക്തി വരാൻ പറ്റില്ല എന്നാണ് പറയപ്പെടുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ ഹോമിയോപ്പതി ഡോക്ടർമാർക്ക് ധൈര്യമായിട്ട് ഏത് കേസും, കാരണം എന്തായാലും ഇതിനകത്ത് റിസ്ക് ഉണ്ട്. ആ റിസ്ക് എടുത്ത് നമ്മളിത് ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ നമുക്ക് റെക്കോർഡ് ഇടാൻ പറ്റും. ഈ രോഗത്തെ നമുക്ക് കീഴ്പ്പെടുത്തുന്നതിന് വളരെ വേഗത്തിൽ പറ്റുമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അതിൽ ഓരോന്നിൻ്റെ മെഡിസിനൽ ഡിഫറൻസിയേഷനൊക്കെ ഞാനിപ്പോൾ പറയുന്നില്ല. അത് ഓരോരുത്തർക്കും നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് വഴിയൊക്കെ മനസ്സിലാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് ഒരു ആത്മവിശ്വാസം വളർത്തുന്നതിന് വേണ്ടിയും ഹോമിയോപ്പതിക്കാർക്ക് ഇത് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇന്നത്തെ ഈ ചർച്ച തുടങ്ങി വെച്ചത്. ഇനി മറ്റുള്ളവർക്ക് എല്ലാവർക്കും പറയാനുള്ള അവസരമാണ്. ഞാൻ തൽക്കാലം നിർത്തുകയാണ്. മ്യൂട്ടാണ്. ഓക്കെ ധനേഷ് ഡോക്ടറെ. അപ്പോൾ ധനേഷ് ഡോക്ടർ പറഞ്ഞ പോലെ ട്രീറ്റ്മെന്റ് കുറച്ചുകൂടെയൊക്കെ കേസുകൾ വരുന്നതിനനുസരിച്ച് കേസുകൾ നമ്മൾ പഠിച്ചിട്ട് നമുക്ക് എന്തും ചെയ്യാൻ പറ്റും. എന്തൊക്കെ രോഗലക്ഷണങ്ങളാണ് ഇപ്പം കുറച്ച് പേർക്ക് വന്നിട്ടുള്ളതെന്ന് ഒന്ന് അറിയുകയോ അത് കാണുകയോ പഠിക്കുകയോ ചെയ്യാതെ നമുക്ക് ഒന്നും മെഡിസിനിൽ എത്താനൊന്നും പറ്റില്ല. പിന്നെ ഈ പ്രതിരോധ മരുന്ന് കൊടുക്കേണ്ട കാര്യവുമില്ല. കാരണം അങ്ങും ഇങ്ങും കേരളത്തിൽ അങ്ങും ഇങ്ങും ഓരോ സ്ഥലത്താണ് ഇത് കാണുന്നത്. പിന്നെ ട്രീറ്റ്മെന്റ് ആണ് പ്രധാനം. പിന്നെ സൂക്ഷിക്കുക, വരാതിരിക്കുക, അസുഖം വരാതിരിക്കാൻ പ്രത്യേകം എല്ലാവരും സൂക്ഷിക്കുക. നമ്മളെയൊക്കെ കുട്ടികൾ എന്താണ് ഈ സ്വിമ്മിങ് പഠിക്കാനും ജനറലായിട്ടുള്ള കുളിസ്ഥലങ്ങൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ജലം ഉപയോഗിക്കുന്നത് സ്വിമ്മിങ് മറ്റേ
അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർ പ്രത്യേകം സൂക്ഷിക്കുക. നമ്മളെയൊക്കെ പേരക്കുട്ടികളൊക്കെ സ്വിമ്മിങ് പഠിക്കാൻ പോകും കോമൺ ആയിട്ട്. അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ അവർ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. കുറച്ച് നാളത്തേക്ക് വിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, അസുഖം വരാ. നമുക്ക് നമ്മുടെ അടുത്ത് വരുന്ന പേഷ്യൻസിനോടും ഇതൊക്കെ തന്നെ നമുക്ക് പറയാം. സ്വിമ്മിങ് ഒക്കെ ഒന്ന് കുറയ്ക്കുന്നത് നന്നായിരിക്കും. അല്ലെങ്കിൽ അതുപോലെ എത്രത്തോളം ക്ലീൻ ആയിട്ടുള്ള സ്ഥലത്ത്, അതുപോലെ എന്താണ് ഈ ജലാശയങ്ങളുള്ള ഫാന്റസി പാർക്ക് അതുപോലുള്ള സ്ഥലങ്ങളുണ്ടല്ലോ, അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് വളരെ ശ്രദ്ധിച്ചു വേണം. ഉപയോഗിക്കാതിരിക്കുന്നതാവും നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. അതൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ ഒരു പരിധിവരെ നമുക്കത് വേണ്ട ഉപദേശം നമ്മുടെ പേഷ്യൻസിനും കൊടുക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു പരിധിവരെ നമുക്കിത് ഒഴിവാക്കാൻ പറ്റും. പിന്നെ നമ്മുടെ ശ്രീധരക്കുറുപ്പ് സാറുണ്ട്. സാറേ, സാറിന് എന്തെങ്കിലും പറയാനുണ്ടോ? ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാമോ? ശ്രീധരക്കുറുപ്പ് സാറുണ്ടോ? സാറെ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. പറഞ്ഞോട്ടെ, പറഞ്ഞോ. കേക്കാവോ? കേക്കാം സാറേ. ഞാന് ഈ അമീബിക്ക് എൻകഫലൈറ്റിസ് ട്രീറ്റ് ചെയ്തിട്ടില്ല. പക്ഷേ അമീബിയാസിസും അമീബിക് ഡിസെൻട്രിയും എൻകഫൈലിറ്റിസും വേറെ വേറെ ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. അത് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഏകദേശം അതും അമീബ തന്നെ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണല്ലോ. പക്ഷെ വെറൈറ്റിക്ക് വ്യത്യാസമുണ്ട്. വെറൈറ്റിക്ക് വ്യത്യാസമുണ്ട്. അതിന്റെ ഏരിയയ്ക്ക് വ്യത്യാസമുള്ളൂ. ഏരിയ മറ്റേത് ഇൻറ്റസ്റ്റൈനിലാണ് കൂടുതലും. അമീബിക് ഡിസെൻട്രി ഇൻറ്റസ്റ്റൈനില്ല. സാറേ, പിന്നെ അതിലുള്ളൊരു വ്യത്യാസം, അത് വേറൊരു തരം അമീബ, ഇത് വേറൊരു തരം ക്ലാസിഫിക്കേഷൻ. അതെ, പക്ഷേ എന്നാലും ധനേഷ് പറഞ്ഞ മാതിരി ഇതിന് രണ്ടിനും നമുക്ക് സിംറ്റംസാ പ്രധാനം. ഇത് വെറൈറ്റി ഒന്നും നമുക്ക് ഏതാണെങ്കിലും നമ്മുടെ സിംറ്റംസിനെ ഡിപ്പെൻഡ് ചെയ്താണല്ലോ നമ്മുടെ ട്രീറ്റ് ചെയ്യുന്നത്. അന്നേരം അത് പ്രയോജനപ്പെടുമെന്നാണ് എൻ്റെ തോന്നൽ. എനിക്കറിയാവുന്ന വേണേൽ ഞാൻ പറയാം. സാർ പറയണം, തീർച്ചയായിട്ടും. ഇപ്പം അമീബിയാസിസ് എൻ്റെ ഒരു പ്രൊജക്റ്റായിരുന്നു, ഒരു 4-5 വർഷത്തെ റിസർച്ച്. അതിൻ്റെ അകത്ത് കുറിച്ചി എന്ന് പറഞ്ഞ ഒരു മരുന്നാണ് പ്രധാനം കൊടുക്കാൻ പറഞ്ഞു. പക്ഷേ നമ്മൾ ഹോമിയോപ്പതി അനുസരിച്ചിട്ട് അത് കൊടുത്തു കഴിഞ്ഞാൽ പലപ്പോഴും കുറയാറൊക്കെ, ചിലർക്കൊക്കെ കുറയും, ചിലർക്കൊന്നും ഇൻഡിക്കേറ്റഡ് അല്ലെങ്കിൽ അത് കുറയില്ല. അപ്പം അന്നേരം എനിക്ക് തന്നെ അമീബിയാസിസ് വന്നു ചെറുപ്പത്തിൽ. ഞാൻ ഒരു 10-15 വയസ്സായപ്പോൾ എനിക്ക് അമീബിയാസിസ് വന്നിട്ട് അന്ന് ഈ സൾഫാഗുനൈഡിനും പിന്നെ കയോളിൻ മിക്സറും ഒക്കെയാണ് തരുന്നത് അലോപ്പതിക്കാരൻ. എൻ്റെ ഒരു ചിറ്റപ്പൻ, അതായത് അയ്യപ്പൻ സാർ എന്ന് പറയും, പുള്ളി അലോപ്പതി ഡോക്ടറായിരുന്നു. പുള്ളി ഹോമിയോ കോളേജിലും പഠിപ്പിച്ചിട്ടുണ്ട്, ഞങ്ങളുടെ ഗൈനക്കോളജിയൊക്കെ പുള്ളി പഠിപ്പിച്ചിട്ടുണ്ട്. പുള്ളി അത് തന്നു. അങ്ങനെ പലരും തന്നിട്ടും കുറഞ്ഞില്ല ഒരു ഹോസ്പിറ്റലിൽ. പക്ഷേ എനിക്ക് തീർത്തും മാറിയത് ഞാൻ ഹോമിയോപ്പതി പഠിച്ച് ഞാൻ തന്നെ സിംറ്റം നോക്കി ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് മാറിയത്. നക്സോമിക്കും ആ ഡോസും മാറി മാറി കഴിച്ചു. ഇടയ്ക്ക് ഒരു ഡോസ് സൾഫറും കുടിച്ചിട്ടുണ്ട്. അത് ഡോക്ടർ പ്രകാശ് സാറാണ് എന്നോട് സജസ്റ്റ് ചെയ്തത്, ഡോക്ടർ KS പ്രകാശ്. അങ്ങനെയാണ് എൻ്റെ അമീബിക് ഡിസെൻട്രി കംപ്ലീറ്റ് പോയി. അന്നെ ഇടയ്ക്കൊക്കെ സ്കൂളുകളിൽ പോകാൻ എനിക്ക് പ്രയാസമായിരുന്നു. പോകുന്ന വഴിക്ക് ഇടയ്ക്ക് ഇറങ്ങേണ്ടി വരും എന്ന് പറഞ്ഞാൽ നിക്കറിനകത്തായി പോകാൻ അൺസെക്യൂരിറ്റി. അതുകൊണ്ടാണ് അത് ആലോസ് കിട്ടി, അതുകൊണ്ട് കംപ്ലീറ്റ്. പിന്നെ ഞാൻ ആലോസ് കൊണ്ട് ഒത്തിരി പേരുടെ കുറച്ചിട്ടുണ്ട്. ഒരു ലേഡി ഇങ്ങനെ വീടിന് വെളിയിലായിട്ട് അന്നേരം ഒരു സർവേ പ്രൊജക്റ്റ് ഉണ്ടായിരുന്നു. അതിന് ചെന്നപ്പോൾ ആ ലേഡി ഒരിക്കലും വെളിയിൽ ഇറങ്ങിയല്ല. അന്നേരം ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഒരു സംഗതി ഉണ്ട്, അത് കുറയ്ക്കാമെന്ന് ചോദിച്ചു. ഏതായാലും ആലോസ് കൊടുത്ത് കംപ്ലീറ്റ് പോയി. അവരുടെ ചെറുപ്പത്തിൽ തുടങ്ങിയ പരിപാടിയാണ്. അതെ അതെ, കണ്ടിന്യൂസ് 0/3 തന്നെ കൊടുത്തു. നിർത്തിക്കഴിഞ്ഞപ്പം പിന്നെ അതിൻ്റെ ഫോളോപ്പ് ആയിട്ട് സൾഫർ ഒരു ഡോസും കൊടുത്തിട്ടുണ്ട്. അപ്പം അമീബിയാസിസിൻ്റെ സൈക്കിള് എല്ലാവർക്കും അറിയാവുന്ന തോന്നുന്നു. അത് നമ്മൾ വായിക്കൂടെ, വെള്ളത്തിൽ കൂടെ, തിളപ്പിക്കാത്ത വെള്ളം കുടിക്കുമ്പോഴാണ് അത് വായിക്കൂടെ ചെന്ന് അതിൻ്റെ സിസ്റ്റ് ഇൻഡസ്ട്രിയിൽ പോയി അത് മ്യൂക്കോസായി പോയി മൾട്ടിപ്ലൈ ചെയ്തിട്ട് അവിടെ ഇൻഫ്ലമേഷൻ ഉണ്ടാകും. അത് ചിലപ്പം വരെ എന്നതാണ് ഈ ലിവറിൽ വരെ പ്രശ്നങ്ങളുണ്ടാകും.
അങ്ങനെ ഹെപ്പറ്റൈറ്റിസ് വരെ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. ഇത് പഠിച്ചിട്ടുണ്ട് ഞാൻ ഏത് ഈ എൻകഫലൈറ്റിസ് ഉണ്ടാക്കുമെന്ന്. അതായത് ഞാനൊരു 5 വർഷം എൻ്റെ സബ്ജക്റ്റ് തേർഡ് ഇയറിൽ പാരസൈറ്റോളജി പഠിപ്പിക്കുക. ആ പാരസൈറ്റോളജി എന്നൊരു അമീബിയാസിസ് ഒരു സാധനമാണല്ലോ അതിൻ്റെ അകത്ത്. അങ്ങനെയാണ് അമീബിയാസിസിനെ കൂടുതൽ പഠിപ്പിച്ചത്. അമീബിയാസിസ് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഈസ് ജനറലി ക്യാരക്ടറൈസ്ഡ് ബൈ ഡിസെൻട്രി ആൻഡ് ഡയറിയ, വീക്ക്നെസ് ആൻഡ് പ്രോസ്ട്രേഷൻ, nausea, vomiting and pain may be present. In chronic cases, ulceration of the colon occurs. The microscopic examination of stool shows presence of single-cell protozoa, amoeba, amoebic histolytica or Giardiasis lamblia. ഇതിലേതെങ്കിലും ഒന്ന് കാണാൻ സാധ്യതയുണ്ട്. പരിശോധിച്ച് കഴിയുമ്പോൾ ഡിസെൻട്രി സ്റ്റൂൾ പരിശോധിക്കും. എൻ്റെ മെയിൻ മരുന്ന് ഞാൻ പറഞ്ഞ ഞാരോസാണ്. അത് a rate of mucus is present with the stools, copious platters and pain in the rectum after the stool. ആർക്കെങ്കിലും കൈ റൈസ് ചെയ്തൊക്കെ അന്നേരം ഞാൻ നിർത്തുന്നതായിരിക്കും. അല്ലെ എൻ്റെ സംസാരം അധിക സംസാരം ആകാതിരിക്കാനാണ് പറഞ്ഞത്. ആകുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അന്നേരം പറഞ്ഞോണം. പറയാം സാറേ. ആരെങ്കിലും കൈ ഉയർത്തുക, ആർക്കെങ്കിലും പറയണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ മാറിത്തരുന്നതായിരിക്കും. പിന്നെ വേറൊന്ന്, ഇതിന് രണ്ടിനും പറ്റിയതാണ്. അറ്റിസ്ട്ര ഞാനത് ഉപയോഗിച്ച് നോക്കിയിട്ടില്ല. അത് ബുക്കിലൊക്കെ പലർക്കും എഴുതിയിരിക്കുന്ന കണ്ടിട്ടേ ഉള്ളൂ. ബേസിലറി ഡിസെൻട്രിക്കും അമീബിക് ഡിസെൻട്രിക്കും പറ്റിയതാണ്. അറ്റിസ്റ്റാറാഡ് 3X എന്ന് പറയുന്നത്, ATISTARAD 3X. passes only blood with the stool and the mucus is also present in the stool along with the blood. Use Astista indica. Astista indica എന്നതിൻ്റെ മുഴുവൻ പേര്. പിന്നെ അടുത്ത മരുന്ന് കാർക്കേറിയ അയഡേറ്റ. സം പ്രാക്ടീഷണേഴ്സ് റെക്കമെൻഡ് ഇറ്റ് ഫോർ ദി ഡിസീസ്. എമിറ്റിനം. ഇറ്റ് ഈസ് എ സ്പെസിഫിക് ഫോർ ദി ഡിസീസ്. അമീബിയാസിസിനുള്ള ഒരു സ്പെസിഫിക് ആണ് എമിറ്റിനം 1X. കേൾക്കുന്നുണ്ടോ? കേൾക്കാം സാറേ, കേൾക്കാം. അറിയാവുന്ന അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ഇത് പ്രിപ്പയർ ചെയ്താ. ഞാൻ ഈ എമിറ്റിനം ഒന്നും കൊടുത്തിട്ടില്ല, പക്ഷേ മെർക്കൂറിയസ്, ആലോസ് ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. മെർക്കൂറിയസ് കോർ, കോൺസ്റ്റന്റ് കട്ടിംഗ് പെയിൻ ഇൻ ദി അബ്ഡമൻ ആൻഡ് ഇൻടോളറബിൾ ഓൾമോസ്റ്റ് ഇൻഎഫക്റ്റഡ് പ്രസ്സിംഗ്, സ്ട്രെയിനിങ് ആൻഡ് ടെനസ്മസ്, ഓൺലി ഫ്രീക്വന്റ് സ്കാൻഡി ഡിസ്ചാർജസ് ഓഫ് ബ്ലഡ്, സ്ലൈമി ഡേ ആൻഡ് നൈറ്റ്. അതാണ് ഈ മെർക്കോറിൻ്റെ സിംറ്റം. സിംപൈറ്റ, give 1 dose fortnightly when ulceration of the large intestine is present. സിംപൈറ്റ ഞാൻ കൊടുത്തിരിക്കുന്ന കൂടുതലും ഇതിനാണ്. പക്ഷേ തൂജ കൊടുത്തു നോക്കിയിട്ടുണ്ട് കേട്ടോ. തൂജ, ഇറ്റ് ഈസ് ആൻ എക്സലൻറ്റ് റെമഡി ഫോർ ദിസ് ഡിസീസ് ആൻഡ് ദി ട്രീറ്റ്മെൻറ്റ് ഷുഡ് ബി സ്റ്റാർട്ടഡ് വിത്ത് ഇറ്റ്. നോ അതർ റെമഡി ഷുഡ് ബി ഗിവൺ ഫോർ നെക്സ്റ്റ് 24 hours. അത് 1/2 cup ഓഫ് വാട്ടറിൽ 10 drops-ആണ് കഴിക്കേണ്ടത്. അമീബിക് ഡിസെൻട്രിക്ക് കഴിക്കാവുന്ന ഒരു സ്പെസിഫിക് മരുന്നാണ്. പെട്ടെന്ന് അത് കുറവ് കിട്ടും. അതെനിക്ക് എക്സ്പീരിയൻസ് ഉള്ള മരുന്നാണ്. ഇല്ലാത്തത് ഞാൻ ഇല്ലെന്ന് തന്നെ പറയും. കുഴപ്പമൊന്നും ഇല്ലല്ലോ. ഇറിറ്റബിൾ ബവൽസ് ആണെങ്കിലോ സാറേ? ഇറിറ്റബിൾ ബവൽസിന് ഒരുപാട് മെഡിസിൻ ഉണ്ട്. അത് സിംറ്റംസ് നമ്മൾ എടുക്കണം ഡോക്ടറെ. ചുമ്മാ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇങ്ങനെ സിംറ്റംസ് അവരുടെ, ഞാനത് കൂടുതലും ആർജന്റൈൻ നൈട്രിക്കത്തിന് എനിക്ക് ഏറ്റവും കൂടുതൽ ഇത് കിട്ടിയത്. അതെന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എവിടെയെങ്കിലും പോകണമെന്ന് തോന്നിയാൽ അന്നേരം കക്കൂസി പോകണം, അല്ലെ മൂത്രം ഒഴിക്കാൻ പോകണം. തരുത്. എൻ്റെ വലിയമ്മച്ചയ്ക്കുണ്ടായിരുന്നു, അച്ഛൻ്റെ അമ്മയ്ക്കുണ്ടായിരുന്നു. ആരെങ്കിലും പ്രസവത്തിന് ആശുപത്രിയിൽ അഡ്മിറ്റ് ആയെന്ന് പറഞ്ഞ പുള്ളിക്കാരത്തി ഓരോ അരമണിക്കൂർ എടുക്കുമ്പോഴും, അന്നൊക്കെ കക്കൂസ് എന്ന് പറയുന്ന ഓരോ മറയേ ഉള്ളൂ. ഇതുപോലെ വീട്ടിനകത്തൊന്നുമില്ല. ഒന്നും ഓടുന്നതാണ്. അങ്ങോട്ട് ഓടുന്ന കാണാം. അന്നേരം എനിക്ക് മനസ്സിലായത് ഇതാണെന്ന്. പക്ഷേ നമ്മളന്ന് പഠിച്ചിട്ടൊന്നും ഇല്ലല്ലോ, കൊച്ചല്ലേ, അന്നേരം വേണ്ട. അത് കഴിഞ്ഞ് ഞാൻ ഇഷ്ടംപോലെ ഇറിറ്റബിൾ സിൻഡ്രോം ട്രീറ്റ് ചെയ്തിട്ടുണ്ട്, IBS ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. നോ അതർ മെഡിസിൻ ബെറ്റർ ദാൻ അവർ ഹോമിയോപ്പതിക് മെഡിസിൻ എന്നാണ് എൻ്റെ അഭിപ്രായം.
അതിൻ്റെ മെയിൻ മെഡിസിൻ എനിക്ക് കിട്ടിയിരിക്കുന്നത് ആർജിനൈട്രിക്കം, ജെൽസീമിയം, പിന്നെ മെർസോളൊക്കെ അതിൻ്റെ സിംറ്റംസ് അനുസരിച്ചിട്ടാണ്. അത് പിന്നെ വേറൊരു ദിവസം നമുക്ക് വേണമെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ ഓക്കെ സാർ. ഇതിൻ്റെ പിന്നെ എൻകഫൈലിറ്റിസ് ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. എങ്ങും പോയിട്ട് കുറയാതെ വന്ന ചില എൻകഫൈലിറ്റിസ് ഒക്കെ ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. അത് അക്നൈറ്റാണ്. ഡോക്ടർ ധനേഷ് അത് പറഞ്ഞു കഴിഞ്ഞു. ഫസ്റ്റ് സ്റ്റേജിൽ കൊടുക്കാവുന്ന ആൻസൈറ്റി, റെസ്റ്റ്ലെസ്നെസ്, അതോടൊപ്പം അത് കൊടുക്കാം. ആദ്യം തന്നെ പെപ്രാളൊക്കെ. രണ്ടാമത്തെ മെഡിസിൻ എപ്പിസ്റ്റിൻഡിക്ക. സൗണ്ട് കുറഞ്ഞു വരുന്നു സാർ. ആണോ? അപ്പൊ പഴയതിലൊക്കെ സൗണ്ട് കുറഞ്ഞു തുടങ്ങി. അല്ല, അതുകൊണ്ടല്ല, ഇത് ഡിസ്റ്റൻസ് ആണ് മൈക്കും. നോക്കട്ടെ. ഇപ്പൊ സൗണ്ട് ഉണ്ട്. അടുത്തിരുന്നു മറ്റേ ചാരി ഇരിക്കായിരുന്നു. എനിക്ക് അതാണ്, കാലിനും നടുവിനും ഒക്കെ വേദനയുണ്ട്. അതുകൊണ്ട് ഞാൻ മുമ്പോട്ട് മുന്നോട്ടിരുന്നു. കയ്യിലും കാലിനും പിന്നെ നീരും ഈ ഉറക്കത്തിലോ അല്ലെ അൺകോൺഷ്യസ് ആയെങ്കിലോ അന്നേരം കരയും. അതാണ് എപ്പിസ്പിലിവിക്കയുടെ സിംറ്റം. പിന്നെ ബെൽഡോണ, അതറിയാമല്ലോ, എല്ലാവർക്കും അറിയാം. ബേർഡ്സ്, ബേണിംഗ്, ഇൻഫ്ലമേഷൻ, റെഡ്നസ്, ഡെലീറിയം, ഇതെല്ലാം കാണും. ഐസ് ആൻഡ് ഫേസ് ആർ റെഡ്, ഹൈ ഫീവർ വിത്ത് ഡെലീറിയം, കൺജഷൻ ഓഫ് ദി ബ്രെയിൻ, അത് കാണും. പേഷ്യൻറ്റിനെ കാണുന്ന അവർ, ഞാൻ പല ഫീവർ കേസിലും ഈ ബെൽഡോണ കൊടുത്തിട്ട് ഈ ഡെലീറിയം സ്റ്റേജിൽ എനിക്ക് റിസൾട്ട് നല്ലോണം. ഞാൻ ഇതിനു മുമ്പുള്ള ക്ലാസ്സിൽ പലപ്പോഴും പറഞ്ഞിട്ടുള്ള, അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. പിന്നെ ഇതും ഡയോണിയാസ്മ ഡോക്ടർ ധനേഷ് പറഞ്ഞതാണെന്ന് അറിയാം. ലിറ്റിൽ ഡെലീറിയം ആൻഡ് മച്ച് പെയിൻ, ദി പേഷ്യൻറ്റ് ലുക്സ് സ്റ്റുപ്പിഡ്, nausea may be present, the patient lies quietly and does not want to be disturbed. ചുമ്മാ ഇങ്ങനെ അനങ്ങാതെ കിടക്കും. ഇച്ചിരി അനങ്ങിക്കഴിഞ്ഞാൽ അന്നേരം പ്രശ്നമാണ്. അത് എല്ലാ ഡയോണിയയുടെ സിംറ്റംസിനും അങ്ങനെ തന്നെയാണ്. അനങ്ങാൻ പാടില്ല. അനങ്ങിക്കഴിഞ്ഞാൽ ചുമ്മാ ഇങ്ങനെ അനങ്ങാതെ കിടക്കും. പിന്നെ അടുത്തത് ബഫോറാണ്. നംനെസ് ആണ് അതിൻ്റെ അകത്ത് കൂടുതൽ. ബഫോറാണ്. ജെൽസീമിയം, cerebral inflammation is indicated by headache, vertigo and pain in the neck and shoulders. Brain congestion may be with or without fever. ജെൽസീമിയം, അതിന് ഷിവറിങ് കാണും. നിങ്ങൾക്കറിയാവുന്ന ജെൽസീമിയത്തിൻ്റെ സിംറ്റംസ് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. പതിച്ചു മൂടി കിടക്കും, നല്ല ഷിവറിങ് ആയിരിക്കും. പിന്നെ ഒരു പേടിയൊക്കെ കാണും. ആൻസൈറ്റി ന്യൂറോസിസ് കാണും. ഞാൻ ട്രീറ്റ് ചെയ്ത സിംറ്റംസ് ഇത് ഇവിടെ എഴുതിയിട്ടുള്ള സിംറ്റം അല്ല കേട്ടോ. എല്ലാം മറ്റും ഇത് എഴുതിയിട്ടില്ല. എൻ്റെ എക്സ്പീരിയൻസിലൂടെ ചേർത്താ പറയുന്നത്. റൂട്ട ഇഞ്ചുറി കൊണ്ടാണെങ്കിൽ റൂട്ടാണ്. സ്റ്റാഫിസാക്രിയ ഒരുമാതിരി സ്ക്രൂസ് ആകുന്ന മാതിരി തുടങ്ങും. ഇനിയുണ്ട് സമയം. 10 മണി ആയതേ ഉണ്ട്. ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോട്ടെ, ഞാൻ മാറാം. ഇടയ്ക്ക് ആർക്കെങ്കിലും സാറ് പറയുന്നത് എല്ലാവരും കേട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലും ഈ അമീബിക് മെനിഞ്ചോ എൻകഫലൈറ്റിസിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്ത് സംസാരിക്കാം. ചില അഭിപ്രായങ്ങളുണ്ടെങ്കിൽ പറയാം. അനിൽകുമാർ ഡോക്ടർ ഉണ്ടെന്ന് തോന്നുന്നല്ലോ. IFPH ടെക് അന്ന് കാണുന്നു. അനിൽകുമാർ ഡോക്ടർ ഉണ്ടോ? ഉണ്ട്. മൈക്ക് അനിൽകുമാർ ഡോക്ടറോട്ട് ഹാൻഡ് ഓവർ ചെയ്തിട്ട് ഞാനങ്ങ് മാറും. സാറിനെ വിളിക്കാം, ഇനിയും വിളിക്കും. ഇതിപ്പം നമ്മുടെ കോവിഡ് വന്നപ്പോ കണ്ടത്, കോവിഡ് എന്നൊരു രോഗം വന്നിട്ടുണ്ട്, വേറെ ആരും ചികിത്സിക്കാൻ പാടില്ല എന്നൊരു കൺസെപ്റ്റ്. അതായത് അന്ന് ഒരു മീറ്റിംഗ് ഒക്കെ വിളിച്ചു കൂട്ടിച്ചാൽ നിങ്ങൾക്ക് ജലദോഷമുള്ള ഒരു പനി വന്നാൽ പോലും ആരും ട്രീറ്റ് ചെയ്യാൻ പാടില്ല, റെഫർ ചെയ്യാന്നാണ് പറഞ്ഞത്. ഞാനും ഡോക്ടർ ഷഫീഖ് കൂടെ മീറ്റിങ്ങിന് പോയിരുന്നു. പോയപ്പോൾ കാണുന്ന സുഖമായിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന സിംറ്റംസ് ആണ് കണ്ടത്. പിന്നീട് ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് ഞാൻ ഏകദേശം ഒരു 5000 കേസ് ട്രീറ്റ് ചെയ്തിരുന്നു. അതിൽ ഫെയിലുവർ എന്ന് പറഞ്ഞാൽ വളരെ കുറവായിരുന്നു. അപ്പം ഇപ്പം അമീബിക് ജ്വരം വന്നാലും പിന്നെ ആരും അങ്ങോട്ട് പോകാൻ, അല്ലെ നിപ്പ വന്നാലും ആരും അങ്ങോട്ട് പോകാൻ പാടില്ല, ആരും ചികിത്സിക്കാൻ പാടില്ല. ഞങ്ങൾക്ക് മരുന്നില്ല, പക്ഷെ ഞങ്ങൾ മരുന്ന് കൊടുക്കും എന്നുള്ളതാണ് അഭിപ്രായം. അപ്പം ഈ അഭിപ്രായത്തോട് എനിക്ക് യോജിപ്പില്ല. ഏത് ചികിത്സയിൽ ഫലമുണ്ടോ അത് ചെയ്തു നോക്കുക എന്നുള്ളതാണ് എൻ്റെ കൺസെപ്റ്റ്.
അപ്പം അങ്ങനെ സംസാരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഇപ്പൊ കൊറോണ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇവിടെ കൊറോണ ഉണ്ട്. ആരെങ്കിലും RT-PCR നോക്കാറുണ്ടോ? ആദ്യം 3000 രൂപയ്ക്ക് ടെസ്റ്റ് ചെയ്തു, പിന്നെ 2500 ആയി, 2000 ആയി, 1500 ആയി, ഇപ്പം 150 രൂപയ്ക്ക് ടെസ്റ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. ഇപ്പോഴും കോവിഡ് വിട്ടു മാറിയില്ല, വാക്സിനേഷന്റെ പ്രശ്നങ്ങളും നടക്കുന്നു. അപ്പൊ അതുപോലെ മസ്തിഷ്ക ജ്വരക്കും ഒരു കേസ് തന്നാൽ നമുക്ക് ചികിത്സിച്ച് നോക്കാം. ഇപ്പൊ ചികിത്സിക്കാത്ത കേസിനെ പറ്റി നമ്മൾ എങ്ങനെയാ മറുപടി പറയാ? ഇതാണ് എന്റെ അഭിപ്രായം. താങ്ക് യു. ഓക്കെ, അനിൽകുമാർ ഡോക്ടറെ സന്തോഷം പങ്കുചേർന്നതിൽ. അടുത്തത് ഇനി അഭിപ്രായം പറയത്തക്കവണ്ണം അമ്പാടിയമ്മയുണ്ട്. അമ്പാടി മാഡം അൺമ്യൂട്ട് സംസാരിക്കാമോ? മോളെ ഞാൻ ഇപ്പൊ അങ്ങോട്ട് കേറിയേ ഉള്ളൂ. എന്താ സബ്ജക്ട് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇന്നത്തെ അമീബിക് മസ്തിഷ്ക ജ്വരത്തിനെ കുറിച്ചാണ്. ആ, നമ്മുടെ പ്രിൻസിപ്പിൾ അനുസരിച്ച് നമുക്ക് എന്താ പറയുന്നത്, വി ആർ നോട്ട് ട്രീറ്റിംഗ് ദ ഡിസീസ്. നമുക്ക് ഡിസീസിൻ്റെ പേരൊന്നും ഒരു പ്രശ്നമില്ലല്ലോ. നമ്മൾ വി ആർ ട്രീറ്റിംഗ് ദ പേഴ്സൺ ഹു ഈസ് ഹാവിങ് ദ സെയിം സിംറ്റംസ്. അതല്ലേ നമ്മുടെ പ്രിൻസിപ്പിൾ. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് അത് ഫൈറ്റ് ചെയ്യണം. അല്ലാതെ എന്താ പറയണേ. അതിനൊരു ആ അതിനെ കേസ് നമുക്ക് കിട്ടാനോ അടുത്ത് കാണാനോ അവസരം തരൂലല്ലോ. അതാണ്. അപ്പോൾ അവർ ഉടനെ റിപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക. ഇപ്പോൾ അനിൽ പറഞ്ഞ പോലെ ഞാൻ ഇഷ്ടംപോലെ കോവിഡ് കേസ് ട്രീറ്റ് ചെയ്തു. ഒരു ഫെയിലർ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. ഒന്നും അധികം എനിക്കൊരു കേസിനൊന്നും വന്നിട്ടില്ല. 3000 ഒന്നും ഞാൻ ട്രീറ്റ് ചെയ്തിട്ടില്ല. ഏകദേശം ഒരു 1000 ചില്ലാനൊക്കെ ട്രീറ്റ് ചെയ്തിട്ടുണ്ടാവും. അത്രയേ ഉള്ളൂ. എന്നാലും എന്താ പറയണേ, നമുക്ക് എനിക്ക് വന്നുമില്ല, കോവിഡ് വന്നിട്ടില്ല. ഞാൻ ഈ ഏജിലും ഞാൻ അവരെ നോക്കുകയും ചെയ്തു. ഇവിടെ ചുറ്റുപാടും കുറേ പേർക്ക് വന്നു, പക്ഷേ എനിക്ക് വന്നില്ല. പിന്നെ ഞാൻ മെഡിസിൻ കൊടുത്തവർക്കൊന്നും വന്നിട്ടില്ല. അതൊക്കെ നമുക്ക് ഇത്രയൊക്കെ പറയാനല്ലേ പറ്റുള്ളൂ. എന്താ പറയണേ. അപ്പോൾ നമ്മൾ എന്താ പറയണേ, നമുക്ക് കഴിവില്ല, അതാണ് ഫൈറ്റ് ചെയ്യാൻ. ഒരു കണക്കിലും ഫൈനാൻഷ്യലായിട്ടും അല്ലാതെയുള്ള സപ്പോർട്ടാണെങ്കിലും നമുക്കില്ല. നമുക്കൊരു യൂണിറ്റി ഇല്ല, അതാണ് കാര്യം. IHK, IHMA, ക്യൂഫ, എന്താണ് ഗവൺമെൻറ് ഇത് എന്നും പറഞ്ഞിട്ട് ഓരോരുത്തരുടെ അവനവൻ്റെ ഓരോ അത് മാത്രം നന്നാവുക എന്നുള്ള ഒരൊറ്റ ഇതിലിരിക്കുക. എന്നാൽ ഹോമിയോപ്പതിക്ക് വേണ്ടിയിട്ട് ചെയ്യണം എന്നുള്ള ഒരു ഇത് ആർക്കും ഇല്ല. എന്ത് ചെയ്യാൻ പറ്റും. ഏതെങ്കിലും ഒരു പ്രശ്നം വരുമ്പോഴെങ്കിലും ഹോമിയോപ്പതിക്ക് വേണ്ടി ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം എന്നുള്ളതില്ല. അതാണ് ഹോമിയോപ്പതിക്ക് വേണ്ടിയിട്ട് അപ്പോഴെങ്കിലും നമ്മളൊന്ന് ഒത്തുകൂടണം എന്ന് ചിന്തിക്കാനുള്ള ആ ഒരു മനസാന്നിധ്യം ആർക്കും ഇല്ല. ഞാൻ പറഞ്ഞ എന്നോട് പല പ്രാവശ്യവും ഇങ്ങനെ വേറെ ഓരോ സംഘടനയിൽ പോകുന്നതിനെ പറ്റി സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നോക്ക് ഞാൻ ഹോമിയോ ഡോക്ടറാണ്. ഹോമിയോപ്പതി ഉള്ള എവിടെ ആയാലും ഞാൻ പോകും. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ മാറ്റിക്കോ, ഐ ഡോണ്ട് മൈൻഡ്. എനിക്ക് ഹോമിയോപ്പതിയിൽ നിന്ന് ആ ഒരു ഇതുണ്ടെങ്കിൽ ഞാൻ അവിടെ പോയിട്ടുണ്ടാവും എന്ന് പറയാനുള്ള ധൈര്യം എനിക്കുണ്ടായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് തന്നെ, ഒരു 3-4 കൊല്ലത്തിന് മുമ്പ്. അങ്ങനെ എല്ലാവരും സ്ട്രോങ് ആവണം. അതെ, അത്രയൊക്കെയല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഞാനൊരു അഭിപ്രായം കൂടെ പറഞ്ഞോട്ടെ. പറയൂ സാറേ, തീർച്ചയായിട്ടും. നമുക്ക് റീച്ച് എന്ന് പറയുന്ന ഒരു സാധനം കേരളത്തിലുണ്ട്. അതിന്റെ എന്നാ പ്രയോജനം? റീച്ചിന്റെ കൈയും കാലും കെട്ടിയിട്ടിരിക്കുകയല്ലേ. എന്നാലും വേറൊരു കാര്യമുണ്ട്. അതായത് ഇത് ഞാനിരുന്നപ്പോൾ 2010 11 എന്ന് ഓർക്കുന്നില്ല, ഈ സിൻഫ്ലൂ വന്നു. സിൻഫ്ലൂ, അതായത് ഇതുണ്ടല്ലോ, സ്വൈൻ ഫ്ലൂ. അത് H1N1 വന്ന് കുറെ പേരൊക്കെ ഹോമിയോപ്പതിക്കാർക്കാർക്കും ഇതില്ല. ഞാൻ ഡൽഹി സമ്മർദ്ദം ചെലുത്തി അവിടുന്ന് പെർമിഷൻ വാങ്ങിച്ച് അവിടുന്ന് ഒരു ടീം വിട്ടു. അന്നേരം ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ, കോട്ടയം മെഡിക്കൽ കോളേജിലെ, ഈ 2 മെഡിക്കൽ കോളേജിലും പേഷ്യൻ്റ് ഉണ്ട്. അവിടെ പോയി ട്രീറ്റ് ചെയ്യാനും മരിച്ചവരുടെ വീട്ടിൽ പോയും കേസ് എടുത്തു. 5 സംഘമായിട്ട് പിരിഞ്ഞു പോയിട്ട് കേസെടുത്തിട്ട് അത് സ്റ്റഡി ചെയ്തിട്ട് റെപ്പർട്ടൈസ് ചെയ്ത് ഡൽഹിക്ക് അയക്കും. ആർസനിക് റെമഡി വന്നു.
അത് പബ്ലിഷിങ് ചെയ്തു. അന്നത്തെ കാലത്ത് CCRH തന്നെ പബ്ലിഷിങ് ചെയ്തു. അങ്ങനെ നമ്മൾ ഗവൺമെൻറ്റിൻ്റെ പെർമിഷൻ മേടിച്ചുകൊണ്ടും ഇപ്പം CCRHന് ഇപ്പം കൊച്ചിയിൽ ഇതുണ്ട്, അവർക്ക് എഴുതിയാൽ അവിടെ നാളെ വിടും. അവരിത് വന്ന് പെർമിഷൻ തന്നു കഴിഞ്ഞാൽ ഏത് ഗവൺമെൻറ് എതിർക്കുന്നത്? ഒരു ഗവൺമെൻറ്റും എതിർക്കുകയില്ല. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പെർമിഷനോട് കൂടിയാണ് വരുന്നത് റിസർച്ചിൻ്റെ. നമുക്ക് റിസർച്ച് സ്റ്റഡി ചെയ്യാൻ വേറെയുള്ളവർക്ക് നമുക്കും പറ്റിയില്ല. ഒരു 30 കേസ് എടുക്കുക, 30 മിനിമം, എത്രയോ കൂടുതൽ എടുക്കാൻ സാറേ 30 കേസ് ആകപ്പാടെ കേരളത്തിലുണ്ടോ? ഉള്ളത് എടുക്കണം. ഉള്ളത് എടുക്കുന്നതിന് എന്നാ കുഴപ്പം? ഇത് അല്ല, ഉള്ളതെടുക്കാം. ഡോക്ടറെ അതല്ല, ഫെയിലിയർ വരുമ്പോൾ നമുക്ക് ബാക്കിയുള്ള സിസ്റ്റത്തിന് എന്താണ് സ്കോപ്പ് എന്ന് അന്വേഷിക്കാൻ പോലും തയ്യാറല്ല. അതാണ് വിഷയം. അതിപ്പം അതാണിപ്പോ സാറ് പറഞ്ഞത്. നമുക്ക് എന്തുകൊണ്ട് CCRHനെ ഇത് ധരിപ്പിച്ച് അവിടുന്ന് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടെന്ന് ധരിപ്പിച്ച് അവിടുന്ന് ആള് വന്ന് ഇതൊന്ന് നമുക്കും കൂടെ ചേർന്ന് സ്റ്റഡി ചെയ്തുകൂടാ? നമുക്ക് സ്റ്റഡി ചെയ്യാലോ. ആ, അപ്പൊ അതിനിപ്പോ ഇപ്പോഴത്തെ നിലയ്ക്ക് നമുക്ക് സ്റ്റഡി ചെയ്യാനുള്ള ഞാനൊരു ടെമ്പററി ഫോൺ എനിക്ക് കുറെ നേരമായി വരുന്നു. ഞാൻ ഒറ്റ മിനിറ്റ് തിരിച്ചു വന്നു. ഓക്കെ. അപ്പൊ ഈ സാറ് പറഞ്ഞതുപോലെ നമുക്ക് ഇത് CCRHന് നേരിട്ടൊരു റെപ്രസെന്റേഷൻ കൊടുക്കുവോ? അങ്ങനെ എന്തെങ്കിലും ചെയ്ത് ഡോക്ടറെ മസ്തിഷ്ക ജ്വരം ഉണ്ടോ, ബാക്കി നമ്മൾ സിംറ്റം നോക്കുന്നു, മെഡിസിൻ കൊടുക്കുന്നു, കുറയുന്നു. അത് തന്നെ എന്തൊക്കെയാണ് സിംറ്റം? രണ്ടാമത് ഹോസ്പിറ്റലുകളില് അഡ്മിറ്റ് ചെയ്ത് കിടക്കുന്ന പേഷ്യൻസിന് എന്തൊക്കെയാണ് അവരൊക്കെയുള്ള സിംറ്റം? ഏകദേശം നമുക്ക് നമ്മളെ ഏത് മെഡിസിനുമായിട്ട് സാമ്യം വരുന്നു നോക്കിക്കൂടെ? നോക്കാം. അതിലുപരി ഇപ്പൊ മരുന്ന് കംപ്ലീറ്റ് MDR, മൾട്ടിപ്പിൾ ഡ്രഗ് റെസിസ്റ്റന്റ് ആണ്. ഉള്ള മരുന്നെല്ലാം കൂടെ കൊടുത്തിട്ട് ഒരു മരുന്നും വർക്ക് ചെയ്യുന്നില്ല. ആ സമയത്ത് ഹോമിയോപ്പതി മെഡിസിൻ കൊടുക്കുമ്പോൾ ഫാസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മളെ വിളിക്കുന്ന ഓരോ ഡോക്ടർമാരുടെ അനുഭവം അതാണ്. അല്ല, തീർച്ചയായിട്ടും. പക്ഷെ ഇത് നമ്മളെ കൈ ഓരോ ആർക്കും ഒരു കേസ് കിട്ടുന്നില്ല. നോർമൽ ആവുകയാണ്. നോർമലാവും. അപ്പൊ ഇത് ഈ കേസ് ഒന്ന് കാണാൻ അല്ലെ മെഡിക്കൽ കോളേജിലൊക്കെ സിംറ്റം എടുക്കാനും സംഭവിക്കും. എന്തോ ഒരു നിരോധിത മേഖലയാണ്. അടുപ്പിക്കൂല. അടുപ്പിക്കൂല. ഇപ്പൊ എന്ന് പറഞ്ഞാൽ ആ ഏരിയ കൂടെ പോണം, പത്രം എഴുതുന്നു, മറ്റൊരു എന്ത് ചെയ്തത് നമ്മളെ വല്ല കൊലപാതകം ചെയ്യാൻ പോണം. നമ്മൾ സമൂഹത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് ചെയ്യുന്നത്. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ ഈ ഹോമിയോപ്പതിക്കാരെ തന്നെ ഒറ്റക്കെട്ടായിട്ട് നിന്ന് ചെയ്യേണ്ടതല്ലേ? അവര് 10 സ്ഥലത്താണ് നിൽക്കണം, അവരെ ചെയ്യാൻ പറ്റുമോ? IFPSന് CCRHലൊരു റെപ്രസെന്റേഷൻ കൊടുക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും കൊടുക്കാൻ പറ്റും. പറ്റാത്തെന്താ? കൊടുക്കാൻ പറ്റും. തീർച്ചയായിട്ടും അതിന് നമ്മൾ ശ്രമിക്കണം. കാരണം ഇങ്ങനെ കേരളത്തിൽ ഇങ്ങനെ ഒരു അസുഖം ഉള്ളപ്പോ അത് എന്താ അവസ്ഥ, എന്തൊക്കെ ലക്ഷണങ്ങളുണ്ട്, ആ പേഷ്യന്റിന്റെ അവസ്ഥ എന്ത് കൊടുത്തു നോക്കുക. അല്ലെ വേറെ ഒരു ചികിത്സയിലുണ്ടെങ്കിൽ അത് കൊടുത്തു നോക്കൂ. എന്താ പറ്റിയ കുഴപ്പം? വേറുള്ള ചികിത്സ ഇപ്പൊ ഹോമിയോപ്പതിയിലുണ്ടെങ്കിൽ ഹോമിയോപ്പതി കൊടുക്കുക, ആയുർവേദം ഉണ്ടെങ്കിൽ ആയുർവേദം കൊടുക്കുക. ഏത് പറ്റുമെന്ന് നോക്കുക. അത് തന്നെ. അത് കൊടുക്കാനോ അല്ലെങ്കിൽ അത് കാണാനും എങ്കിലും ഒന്ന് ഉള്ളൊരു അവസരം ഡോക്ടർമാർക്ക് ഉണ്ടാകും. വാർഡ് മൊത്തം കണ്ടെയ്ൻമെന്റ് സോണ്, മറ്റേ അതൊന്നും നിയമമാണ്. മനസ്സിലായില്ല. അത് ഗവൺമെന്റിന്റെ ഓർഡർ കൊണ്ട് പറ്റാം. പക്ഷെ കേരളത്തിൽ അതിനും സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. കൊണ്ട് നേരിട്ട് ഡയറക്ടറുടെ അടുത്ത് ചെന്നപ്പം കേരള ഹെൽത്ത് സർവീസ് ഡയറക്ടറുടെ അടുത്ത് ചെന്നപ്പോൾ പറഞ്ഞു അകത്തോട്ട് കയറ്റി വിടുക. പിന്നെ ഞാൻ തിരുവനന്തപുരം കോളേജിൽ പോയി ഇതിൻ്റെ കൺട്രോളിങ് ഓഫീസർ അവിടെ ആയിരുന്നു. അതൊരു പെണ്ണുമ്പിളയായിരുന്നു. അവരൊരു നല്ല സ്ത്രീ ആയിരുന്നു. അവർ പെർമിഷൻ തന്നു. ആ കടലാസും വെച്ച് ഇവിടെയും പോയി, ആലപ്പുഴയും പോയി, കോട്ടയത്ത് മെഡിക്കൽ കോളേജിലും പോയി സ്റ്റഡി ചെയ്തു. 25 കേസെടുത്തു. അത്ര കിട്ടിയുള്ളൂ. പിന്നെ മരിച്ചു പോയവരുടെ വീട്ടിലും പോയി കേസ് കൊടുത്തു. അവരുടെ സിംറ്റംസ് ചോദിക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. അതേപോലെ വീണ്ടും ചെയ്യണം. നമുക്കതൊന്ന് തീർച്ചയായിട്ടും. അപ്പൊ ഇന്നത്തെ ചർച്ച കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഈ ഒരു കേസ് മെഡിക്കൽ കോളേജിൽ പോയി കണ്ട് കേസ് എടുക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കാൻ പറ്റുമെന്ന് ശ്രമിക്കാം. ആർക്കെങ്കിലും അധികാരികൾക്ക് നമുക്ക് പെറ്റീഷൻ കൊടുക്കാൻ പറ്റും. നടന്നില്ലെങ്കിലും വേണ്ടില്ല, നമുക്ക് ചെയ്യാം. ട്രൈ ചെയ്ത് നോക്കുക. പലവട്ടം പറയാൻ പറ്റുമോ? ഇത് കുറയ്ക്കാൻ പറ്റുമോ ഇല്ലെന്ന് പറയാൻ പറ്റുള്ളൂ. അല്ല, അതിനല്ലേ നമ്മള് ഇത് പൈലറ്റ് സ്റ്റഡിയാ നടത്തുന്നത്, അല്ലാതെ കുറയ്ക്കാമെന്ന് പറഞ്ഞേച്ചല്ല. റിസർച്ച് അല്ലേ. നമ്മൾ കുറയ്ക്കാൻ പറ്റുമോന്ന് ട്രൈ ചെയ്ത് നോക്കുന്ന അതിനൊരു സ്റ്റഡിക്കാ പെർമിഷൻ മേടിക്കുന്നത്. അത് തന്നെ. അതിനുള്ളൊരു പെർമിഷൻ തരുന്നതിന് ആർക്കും ബുദ്ധിമുട്ടില്ലല്ലോ. നമ്മളത് പഠിക്കുന്നതിന് എന്നാ കുഴപ്പം? അല്ല, ഇതൊരു സ്വകാര്യമായിട്ട് വെക്കേണ്ട ആവശ്യം പറ്റുമോ? ആ ലൊക്കാലിറ്റി കൂടെ പൊക്കിവിടാ.
സ്റ്റോറാണ്, വേറെ ആരും കയറിക്കൂടെ, അവർക്ക് കയറാം. അതെന്ത് നിയമം? സ്വകാര്യ സ്വത്തായിട്ട് വെച്ചിരിക്കുക. അതെ അതെ, പബ്ലിക്കിന്റെ കാര്യമല്ലേ, പബ്ലിക്കിന്റെ കാര്യം. ആയുഷ് സിസ്റ്റം അപ്രൂവ്ഡ് അല്ലേ? ആയുഷ് അതാണ്. സിസ്റ്റം ഏത് സിസ്റ്റത്തിനും പറ്റുമോ നോക്കിക്കോ, എല്ലാരും നോക്കട്ടെ. ആ പറ്റുന്നവരെ പെർമിറ്റ് ചെയ്യാം, അത് പഠിച്ചത്. തന്നെ. അപ്പൊ അതിന് വേണ്ടുന്ന ഒരു എന്താണ്, അതിന് എന്താ അതിനൊരു സംഹിത ഉണ്ടാക്കണം, സംഹിത ഉണ്ടാക്കണം. ഉണ്ടാക്കണം. അതിനുള്ള പെർമിഷൻ നമുക്ക് നേടിയെടുക്കണം. നമുക്ക് എല്ലാവർക്കും ഓരോ പേപ്പർ അയച്ചു കൊടുക്കാം. അത് തന്നെ. CCRSനെയും ധരിപ്പിക്കണം. അഭിപ്രായം നമ്മളെ എല്ലാ ഡോക്ടർമാരെയും അഭിപ്രായം ഇതായിരിക്കും എന്ന് വിചാരിക്കുന്നു. അത് തന്നെ. വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ അനുകൂലം ഇങ്ങനെയാണോ നമ്മൾ ചെയ്യേണ്ടത്, ആരെങ്കിലും ഒക്കെ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്ത് പറയണം. ഇതെല്ലാം പഠിച്ച് എല്ലാം ശരിയായിട്ട് വരുമ്പോഴത്തേനും ഈ മസ്തിഷ്ക അമീബിക് ജ്വരം പോയി കഴിയും. അല്ല, പോയി കഴിയും പുതിയ ജ്വരം വരും സാറേ. അന്നേരത്തേനുള്ളത് പഠിക്കാം. ഇത് അതിനോടകം സെൽഫ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഒരെണ്ണം കുറച്ചാൾ കഴിയുമ്പോൾ ഒരു ഡിസീസ്, ഇപ്പം നിപ്പ വന്നു, അത് പോയി, ഇത് വന്നു. കാര്യം അതിൻ്റെ ബാഡ് എഫക്റ്റ് ഇതൊക്കെ ഇപ്പോഴും പലരും അനുഭവിക്കുന്നുണ്ടെങ്കിലും ഇപ്പൊ കൊറോണയ്ക്ക് ആരും ഇഞ്ചക്ഷനും എടുക്കുന്നില്ല, ആരും പറയാറ് പോലും ഇല്ല. അതുപോലെ ലാബ് ടെസ്റ്റ് 3000 രൂപയ്ക്ക് എടുത്തു, പിന്നെ 2500 ഇപ്പൊ 150 ഉണ്ട് ഇവിടെ സാധനം, പോയിട്ടില്ല. അത് എയ്ഡ്സിന് ഇതുപോലെ പറഞ്ഞു, ആ പ്രദേശത്തൂടെ പോകാൻ സമ്മതിക്കില്ലായിരുന്നു. ഇപ്പൊ എയ്ഡ്സ് നമ്മുടെ ചുറ്റുവട്ടത്തും ഉണ്ട്. അത് തന്നെ സെൻട്രൽ ഗവൺമെന്റ് വരെ ദീപവും കത്തിച്ച് മണിയടിച്ചതല്ലേ. അതെ. അപ്പൊ ഈ ഇവിടെ ഉണ്ട്, ഇപ്പൊ ആർക്കെങ്കിലും അറിയാമോ? അറിഞ്ഞൂടാ. അപ്പൊ ഇതുപോലെ പല പല പേരുകൾ ഇട്ട് വരും, എന്നിട്ട് പൊതുജനത്തിനെ വരട്ടും. ചോദിച്ചു കഴിയുമ്പോൾ പറയും ഇപ്പം പുതിയ വേരിയേഷൻ ആണെന്ന് പറയും. പുതിയ വേരിയേഷൻ, കുറച്ച് കഴിയുമ്പോൾ പുതിയ മ്യൂട്ടേഷൻ നടന്നിരിക്കുകയാണ്, പുതിയ സംഭവം വരുന്നു, പുതിയ വേരിയന്റ്. ആ സമയത്ത് ഹോമിയോപ്പതി വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരു കാര്യം ചെയ്യണം, ഇതിന് ഒരു പെർമിഷൻ മേടിക്കുമ്പോ ഇനി ഇതുപോലെ വരുന്ന വൈറൽ ഡിസീസിന് എല്ലാം പൈലറ്റ് സ്റ്റഡി നടത്താനുള്ള അനുവാദം അങ്ങനെ മേടിക്കണം. അതെ, അത് തന്നെ കറക്റ്റ്. കൊടുക്കാം. നമുക്ക് നമ്മുടെ കോളേജ് ഉണ്ടല്ലോ, കോട്ടയത്തുള്ള റിസർച്ച് കോളേജിലും കൊടുക്കാൻ പറ്റും പെറ്റീഷൻ. അതാണ്, കോളേജുകാരൊന്നും ഒന്നും അനങ്ങുന്ന പോലും ഇല്ലല്ലോ. കോളേജൊക്കെ കണക്കാ, കോളേജ് എപ്പ പൂട്ടിയെന്ന് ചോദിച്ചാ. അതെ, പെർമിഷൻ അതൊന്നും ഇവിടെ ആരും അറിയുന്നില്ല. കോളേജിന്റെ ഹോസ്റ്റലൊക്കെ എടുത്താണ് കൊറോണ സമയത്ത് ക്യാമ്പ് നടത്തിയത്. അതായത് തിരിച്ചു പിടിക്കുകയായിരുന്നു. ഇതാണ് സ്ഥിതി. അപ്പൊ നമ്മളെല്ലാവരും കൂടെ ഒറ്റക്കെട്ടായിട്ട് നീങ്ങിയാൽ മാത്രമേ നമുക്ക് കാര്യം സാധിക്കാൻ പറ്റൂ, അല്ലെങ്കിൽ സാധിക്കാൻ പറ്റത്തില്ല. പ്രശോഭനൻ ഡോക്ടറുണ്ട്. പ്രശോഭനൻ ഡോക്ടറിന്റെ നാട്ടിലാണ് ഇത് ആദ്യം. പറയട്ടെ. പ്രശോഭനൻ ഡോക്ടറെ പാലക്കാട്ടായിരുന്നല്ലോ ഈ മസ്തിഷ്ക ജ്വരം ആദ്യം റിപ്പോർട്ട് ചെയ്തത്. അവിടെ ഏതോ ഒരു വാർഡിലായിരുന്നല്ലോ, വാർഡിൽ മൊത്തം കണ്ടെയ്ൻമെന്റ് സോണായിരുന്നു. ഒന്ന് പറയാമോ, എവിടെയായിരുന്നു? മലപ്പുറമായിരുന്നു. മലപ്പുറമായിരുന്നു. അതെ അതെ അതെ, പാലക്കാടല്ലേ? അല്ല, മലപ്പുറം ജില്ലയാണ്. പാലക്കാട് നിന്ന് ആരോ അതിലെ വന്നു പോയെന്ന് മാത്രമേ ഉള്ളൂ. പാലക്കാടല്ല, മലപ്പുറം ജില്ലയായിരുന്നു. പിന്നെ ഞാൻ ക്ലാസ് കേട്ടില്ല, ഞാൻ ഇപ്പൊ ജസ്റ്റ് വന്ന് കയറിയുള്ളൂ. ഡോക്ടർ നന്ദകുമാറിന്റെ മോളുടെ കല്യാണമായിരുന്നു. നമ്മുടെ ഇതിൽ വന്ന് ക്ലാസ് എടുത്ത നന്ദകുമാറിന്റെ മോളുടെ കല്യാണം. നമ്മുടെ ഷാജി കൊടിയത്തൊക്കെ അവിടെ നിപ്പുണ്ട്, കേറിയിട്ടില്ല ഇതുവരെയായിട്ടും. മുഖ്യമന്ത്രിയൊക്കെ വന്നിട്ടുണ്ട്, അവരിറങ്ങാൻ നിൽക്കുകയാണ്. ഷാജി കൊടിയത്തൊക്കെ ഞാൻ കണ്ടു. ഞാനിപ്പോ അത് കഴിഞ്ഞ് ജസ്റ്റ് ഞാൻ നേരത്തെ വന്ന് ഇങ്ങോട്ട് പോകുന്നതാണ്. അപ്പൊ ഞാൻ ഇപ്പൊ ജസ്റ്റ് വന്നപ്പോഴേ തുറന്നതേ ഉള്ളൂ, ഞാൻ ബാക്കി ഒന്നും കേട്ടില്ല. ഇല്ല, മസ്തിഷ്ക ജ്വരം, അമീബിക് മസ്തിഷ്ക ജ്വരത്തിനെ കുറിച്ച്. അത് മലപ്പുറം ജില്ലയിലാണ്, പാലക്കാട് ജില്ലയല്ല. പാലക്കാട് ജില്ലയല്ല, കേസ് ഇല്ല. അല്ല അല്ല അല്ല, എവിടെ കേട്ട പോലെ തോന്നി, പാലക്കാട് ജില്ലയിലെ ഏതോ ഒരു വാർഡ്. ഇല്ല, മലപ്പുറം ജില്ല. പാലക്കാട് ജില്ലയാണ്. ഞങ്ങളെയൊക്കെ പിടിച്ച് അവര് മാസ്ക് വെപ്പിച്ചേനെ. ഒരു പ്രശ്നം ഇല്ലായിരുന്നു. പാലക്കാട് ജില്ല എവിടെയും റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ലായിരുന്നു. ഓക്കെ, ഇനി ഓക്കെ, സന്തോഷം. ഇനി എന്താണ് പറയാനുള്ളത്? ഇനി ആരാണ് സംസാരിക്കുന്നതിനെ കുറിച്ച്? കുറുപ്പ് സാറിലേക്ക് തന്നെ തിരിച്ചു പോവാം. എന്നെ തന്നെ വിളിച്ചില്ലേ? അത് ഏകദേശം ഒരുമാതിരിയൊക്കെ എനിക്കറിയാവുന്നൊക്കെ പറഞ്ഞു. ഞാൻ എന്തെങ്കിൽ ഡിസെൻട്രിക് ഉള്ളത് പറയാം.
ഇതുകൊണ്ട് ഡിസെൻട്രി ഉണ്ടായിട്ടുള്ളതൊക്കെ ഞാൻ ട്രീറ്റ് ചെയ്തിട്ടു. ഞാൻ എൻകവലൈറ്റിസ് ഞാൻ പറഞ്ഞല്ലോ വേറെ ചികിത്സിച്ചിട്ടുണ്ട്. അതുപോലെ അമീബിക് ഡിസെൻട്രി ഉണ്ട്. ഞാൻ തന്നെ സഫർ ചെയ്തിട്ടുണ്ട് വർഷങ്ങളോളം. നമ്മുടെ മരുന്ന് കൊണ്ടാണ് കംപ്ലീറ്റ് പോയത്. അത് ഞാൻ പറഞ്ഞെന്ന് തോന്നുന്നില്ലേ? പറഞ്ഞു. ആ അത് നമ്മുടെ മരുന്ന് കൊണ്ടാണ് പോയത്. പ്രകാശ് സാർ പറഞ്ഞു. എൻകഫലൈറ്റിസ് ആണ് സാർ അവസാനം പറഞ്ഞത്. എൻകഫലൈറ്റിസ് ആണ് ഇനി പറയേണ്ടത്. കുറച്ച് പറഞ്ഞു. വെറും മുമ്പേ പറഞ്ഞത് അമീബിക് ആസിസിന്റെ അമീബിക് ഡിസെൻട്രി. അമീബിയാസിസ് പറഞ്ഞു. അപ്പൊ ഡിസെൻട്രിയെ കുറിച്ചാണ് പറയുന്നത്. അതിൻ്റെ അകത്തും ആരോസ് തന്നെ ആദ്യത്തെ മരുന്ന്. ആരോസിന് എന്നാണെന്ന് വെച്ചാൽ ടെനസ്മസ് കൂടുതലാണ്. ജെല്ലിയിലേക്ക് നമ്മൾ അറിയാതെ തന്നെ ഈ അണ്ടർവെയറിലൊക്കെ അണ്ടർ ഗാർമെൻസിൽ ജെല്ലിയിലേക്ക് മ്യൂക്കസ് ഇരിക്കും. അറിയില്ല. രാത്രിയിലൊക്കെ കിടക്കുകയാണ് വയറ്റിൽ നിന്ന് പോയെന്ന് അറിയില്ല. എനിക്ക് പല പ്രാവശ്യം വന്നിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ ഈ സിംറ്റം തറപ്പിച്ച് പറയുന്നത്. അതിനിടയ്ക്ക് ഒരു മരത്തിൻ്റെ മ്യൂക്കസ് കട്ടിയായിട്ട് അതിൻ്റെ മാടെയുള്ളൊരു ഫ്ലാറ്റസും പോയിക്കൊണ്ടിരിക്കും. വിശ്വാസം പുള്ളിക്ക് സംശയ ഫ്ലാറ്റസ് ആണോ വരുന്നത്, കക്കൂസി പോകുന്ന കൊണ്ട് തോന്നിയെങ്കിൽ ചിലപ്പോൾ ഫ്ലാറ്റസ് ആയിരിക്കും പോകുന്നത്, ചിലപ്പോൾ സ്റ്റൂളായിരിക്കും പോകുന്നത്. അന്നേരം പേടിയാ ബെഡിൽ തന്നെ. അങ്ങനെയൊക്കെ വരുമ്പോൾ ആൾക്കാർ എന്നാ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റബ്ബർ ഷീറ്റ് ഇട്ടിട്ട് അവത്തര കിടക്കുള്ളൂ. കാരണം അല്ലെ അറിയില്ല. രാത്രി മരം പോയാൽ അറിയത്തില്ല. പിന്നെ ആൻറ്റിയങ്ക്രോഡ് ഒരു മരുന്നാണ്. മുഴുവൻ മ്യൂക്കസ് ആയിരിക്കും, വേറൊന്നും കാണുകയില്ല, ബ്ലഡൊന്നും അതിൻ്റെ അകത്ത് കാണുകയില്ല. ഡിസെൻട്രി ടൈഫോയിഡ് സമയത്താണെങ്കിൽ ബാപ്റ്റീഷ്യ മരുന്ന്. വല്ലതും കഴിച്ചാലോ കുടിച്ചാലോ ഉടനെ ഡിസെൻട്രി വരികയാണ്. ഡയറിയ അല്ല, ഡിസെൻട്രി. കൊളോസിന്ത മരുന്ന്. പിന്നെ ഒരു പുതിയ മെഡിസിൻ കണ്ടു, വേറൊരു ബുക്കിൽ നിന്നെടുത്താണ്. ഞാൻ ഇതേവരെ ഉപയോഗിച്ചിട്ടില്ല. ചാപ്പാറോ എന്നാവും അതിൻ്റെ പേര്, CHAPPARO. അത് ഇടയ്ക്ക് 3 hour 4 hour ചപ്പാറോ അമർഗോസ. ഡയറിയ ആൻഡ് ഡിസെൻട്രി നിൽക്കുന്നതാണ്. ചപ്പാറോ അമർഗോസ. ഞാൻ കൊടുത്തിട്ടില്ല കേട്ടോ, അതാ ഞാനത് പറഞ്ഞത്. ചപ്പാറോ ഞാൻ കൊടുത്തിട്ടുണ്ട് സാറേ. റിസൾട്ട് എങ്ങനെയുണ്ട്? റിസൾട്ട് ഉണ്ട് സാറേ. മിനിമം ഡോസിൽ കൊടുത്താൽ റിസൾട്ട്. ചപ്പാറോ അമർഗോസ പൊട്ടൻസി ആണോ മദർ ടിഞ്ചറോ? ടിഞ്ചർ ഒരു 15 ഡ്രോപ്പ് മതി ഒരു ഹാഫ് ഓട്സിന്. ഭയങ്കര റിസൾട്ടാണ്. കുറിച്ചി ഒരുപാട് പ്രാവശ്യം കൊടുത്തിട്ടുണ്ട്. അതൊരു സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. പണ്ടത്തെ പോലെ ഇപ്പൊ ഡിസെൻട്രി ഒന്നും അത്ര കാണാനില്ല. അല്ല, ഫുഡ് പോയിസണിങ് വരുമ്പോഴേ ഡിസെൻട്രി ഉള്ളു ഇപ്പം. അതാണ്, അല്ലാതെ ഡിസെൻട്രി ഒന്നും ഇപ്പൊ ഇല്ല. ഉണ്ട്, അപൂർവ. വളരെ ഡയബറ്റീസ് ഉള്ളവർക്കൊക്കെ എന്തെങ്കിലും ഫുഡ് പഴകിയ പഴമൊക്കെ കഴിച്ചാലൊക്കെ വരാറുണ്ട്. അങ്ങനെയുള്ളവർക്ക് പെട്ടെന്ന് പിടിക്കുന്നുണ്ട്, അപൂർവം, കുറവാ. സാറേ, അമ്പാടി അമ്മ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്താണെന്ന് പുള്ളിക്കാരത്തി പറഞ്ഞോട്ടെ, ഞാൻ അന്നേരം നിർത്തുക. ഈ ഡിസെൻട്രിക്ക് കുറിപ്പേ, ഈ ചപ്പാറോ നല്ല മെഡിസിനാ. നമ്മൾ ചപ്പാറോ ടിഞ്ചറും മെക്സോള്, ഈ കഫമാണെങ്കിൽ മെക്സോള്, ബ്ലഡും കൂടി ഉണ്ടെങ്കിൽ മെർക്കോറ്, ഇത് രണ്ടും കൂടി കൊടുത്തു കഴിഞ്ഞാൽ ഒരു 2-3 ഡോസസ് കൊടുക്കുമ്പോഴത്തേക്കും അവർക്ക് ആ ടെനസ്മസും അതും എല്ലാം മാറിക്കിട്ടും. അതിൻ്റെ ആ റിക്കറൻസും മാറും. ചപ്പാറോയ്ക്ക് നല്ല ഇഫക്റ്റീവായിട്ടുള്ള മെഡിസിനാണ് ഡിസെൻട്രിക്ക്. അലോസിനെക്കാട്ടിലും എനിക്ക് ഇഫക്റ്റ് കിട്ടുന്ന മെഡിസിനാണ് ചപ്പാറോ. ഓക്കെ അമ്പാടിയമ്മേ, താങ്ക് യു. ഇനി എൻകഫലൈറ്റിസിനെ കുറിച്ചൊന്ന് പറഞ്ഞേക്കൊള്ളാം. ഈ ഇപ്പോൾ കോളി ബേസിലിനും എന്നൊരു മെഡിസിൻ ഉണ്ടല്ലോ, അത് ഈ എൻകഫലൈറ്റിസിന് വളരെ നല്ല മെഡിസിനാണ്. കോളി ബേസിലിനം 30 നല്ല മെഡിസിനാണ് ഈ എൻകഫലൈറ്റിസിന്. എനിക്കൊരു കൊച്ചുകുട്ടിക്ക് ഇത് കിട്ടിയിട്ട് അത്
ഒന്ന് കുറഞ്ഞു, നല്ലോണം കുറഞ്ഞു. ഓക്കെ വടിമേ. കുറുപ്പ് സാറിന് എൻകഫലൈറ്റിസിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? കേസുകളും എല്ലാം സുഖപ്പെടുത്തിയെന്ന് പറഞ്ഞല്ലോ. ആ എൻകഫലൈറ്റ് ഇൻകഫൈറ്റിസ് ഞാൻ ബെർണോണ കൊടുത്ത 2-3 കേസുകൾ കുറച്ചിട്ടുണ്ട്, എങ്ങും പോയിട്ട് പറയാതെ. ബെൽഡോൺ. ആ ബെർണോണ കൊടുത്ത അത് ഡെലീറിയം കണ്ടിട്ടാണ്. അത് ഇത് വന്നു കഴിയുമ്പോൾ ആള് അൺകോൺഷ്യസ് ആയിട്ട് സംസാരിക്കും. ഈ ഗോസ്റ്റിനെയൊക്കെ പോലെയുള്ളതൊക്കെ കാണും. ഇങ്ങനെ ആണ്ടെ ആന വരുന്നു, ഇത് വരുന്നു, എന്നാ പറയുന്നു, ഈ ആന വരുന്നു, ഇത് വരുന്നു, പ്രേതം വരുന്നു. ബെൽഡോണയ്ക്ക് എനിക്ക് കറുത്ത ആ കറുത്ത സാധനങ്ങൾ വരുന്ന പോലെ. കറുത്ത സാധനങ്ങൾ വരും. ശരിയാ. കറുപ്പ് തന്നെയല്ല, ഇപ്പം നമ്മൾ ഒരാളില്ലെങ്കിൽ അവിടെ വേറെ ആൾ നിൽക്കുന്നതായിട്ടൊക്കെ തോന്നും. അങ്ങനെയുണ്ട്. അങ്ങനെയുള്ള കേസുകളൊക്കെ കുറെ ട്രീറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളതല്ലാതെ. സ്ട്രമോണിയം നല്ലതാണ് ഇങ്ങനെയുള്ളതിന്. പേടിയും കൂടെ കാണും അല്ലേ? അത് തന്നെ, അവർക്ക് പേടിയുണ്ടാവും. ഇതുപോലെ ഡെലീറിയ ഉണ്ടാവും. അത് അയോസ്യാമസിനും ഉണ്ട്, അയോസ്യാമസിനും ഉണ്ട്, സ്ട്രമോണിയത്തിനുണ്ട്. 3 അതെ. അത് തന്നെ. 3 മെഡിസിനും പറ്റും. ബെല്ലോണിയം, ഹയോസ്യാമസും, സ്ട്രമോണിയവും. വയലൻസി, പിന്നെ 3നും ബ്രെയിനിൽ ആക്ഷൻ. അതെ. ഞാൻ ഇങ്ങനെ വരുമ്പോൾ എല്ലാം വിത്ത് 5 ഫോഴ്സ് കൊടുക്കും ഈ മെഡിസിൻ്റെ ഒക്കെ കൂട്ടത്തിൽ. 5 ഫോഴ്സ് അല്ല ഡ്രോപ്സോ? ഡ്രോപ്സ് അല്ല, പിൽസ്. ആ, അത് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒന്ന് ഫെറംഫോസ് ഉണ്ടല്ലോ, ഫെറംഫോസ് ഉണ്ട്, കാലിഫോസ് ഉണ്ട്. പനി കുറയ്ക്കും, പെട്ടെന്ന് പനി കുറയ്ക്കും, ഇൻഫ്ലമേഷൻ കുറയ്ക്കും. അത് തന്നെ. അത് പിന്നെ അവർക്ക് ക്ഷീണം ഉണ്ടാവില്ല. നല്ല ഇഫക്റ്റീവ്. ഫെറംഫോസ് മാത്രം കൊടുക്കുന്നതിനെക്കാട്ടിലും എനിക്ക് ഇഫക്റ്റീവായിട്ട് കിട്ടിയേക്കുന്നത് 5 ഫോഴ്സ് ആണ്. പിന്നെ മംഗലാപുരത്തൊരു RMP ഉണ്ടായിരുന്നു, ഹോമിയോപ്പതിയുടെ രജിസ്ട്രേഷൻ ഉണ്ട്. അയാൾക്ക് ബോംബെ നിന്നും ബാംഗ്ലൂരിൽ നിന്നൊക്കെ ചെന്നൈയിൽ നിന്നൊക്കെ പേഷ്യൻ്റ് വരും പനിക്ക്. എന്നാലും ഒരു ദിവസം ഞാൻ പറഞ്ഞു, ഞാൻ റിസർച്ചിൽ നിന്ന് വരിക, എന്നെ ഗവൺമെൻറ് അപ്പോയിൻറ്റ് ചെയ്തിരിക്കുക, നിങ്ങൾ എന്നാ മരുന്ന് കൊടുക്കുന്നതെന്ന് അറിയാം. എന്നെ അങ്ങനെയൊന്നും ഇത് ചെയ്തിട്ടില്ല. ഞാൻ എൻ്റെ ഐഡൻറ്റി കാർഡൊക്കെ മേടിച്ചിട്ട് കാണിച്ചിട്ട് പറഞ്ഞു, എന്നാ നിങ്ങൾ കൊടുക്കുന്നതെന്ന്, അത് നിങ്ങളുടെ ക്ലിനിക്കൊക്കെ അടച്ചു പൂട്ടി പോകുമെന്നൊക്കെ പറഞ്ഞു. അന്നേരം പുള്ളി പറഞ്ഞു, ഞാൻ പൈവോസാണ് കൊടുക്കുന്നത്. പുള്ളി എടുത്ത് കാണിച്ചു. 3-4 ഡബ്ബ ABCD എന്നിങ്ങനെ ഇട്ട് വെച്ചിരിക്കുക. എല്ലാതും പൈവോസ് തന്നെയാണ്. ഇഷ്ടം പോലെ ആളാണ്. അത് കഴിഞ്ഞ് ഞാനിങ്ങനെ ഇതൊന്നും ഈ മിക്സോപ്പതിയും ഈ കോമ്പിനേഷനൊന്നും ഉപയോഗിക്കാത്ത ആളാണ്. ഞാൻ ഒരു പ്രാവശ്യം 2 കൊടുത്തു വന്നപ്പോൾ ഇൻഡിക്കേറ്റർ മരുന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുമ്പോൾ ആ പൈവോസും മേടിച്ചു കൊടുത്തപ്പോൾ കുറഞ്ഞു. അപ്പം അതുകൊണ്ട് പൈവോസ് കൊടുക്കുകയാണെന്നൊന്നും പറയാൻ പറ്റില്ല. പിന്നെ ആദ്യം കൊടുക്കാവുന്ന മരുന്നും മുമ്പേ പറഞ്ഞുകൊണ്ട് തന്നെ അക്കണേറ്റ്. ഇതിൻ്റെ അകത്തെല്ലാം പ്രധാനപ്പെട്ടത് ഡെലീറിയം, ഭയങ്കര ഹെഡേക്ക് ആയിരിക്കും, ഭയങ്കര ഹൈ ടെമ്പറേച്ചർ ആയിരിക്കും. ഇതൊക്കെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട സിംറ്റം വരുന്നത്. അത്രയൊക്കെ എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ. ഇനി 4 മിനിറ്റ് കൂടെ ഉണ്ട്. ആരെങ്കിലും പറയുന്നുണ്ടെ പറ, അല്ലെങ്കിൽ പണ്ടാരണ്ട് പറഞ്ഞ മാതിരി. ഇപ്പൊ കുറെ കാര്യങ്ങള് അമീബ ഉണ്ടാക്കുന്ന ഡിസെൻട്രിയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. പിന്നെ ഡോക്ടർ പറഞ്ഞത് കൊണ്ട് ശരിയാ, ഈ കുളത്തിലും ഇതിനും ഒന്നും പോകാതിരിക്കുക, പലരുപയോഗിക്കുന്ന വെള്ളത്തിൽ പോയിട്ട് കുടിക്കാതിരിക്കുക, വീട്ടിൽ തന്നെ എൻ്റെ അഭിപ്രായത്തിൽ തിളപ്പിച്ചാർച്ച വെള്ളത്തിൽ കുടിക്കുക. ഈ എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ടുള്ള ജലാശയങ്ങളുണ്ടല്ലോ, ഫാന്റസി പാർക്ക്, അതുപോലെ കുറെ ഉണ്ടല്ലോ എറണാകുളത്തും അവിടെയൊക്കെ അതിരപ്പള്ളിയിലും ഒക്കെ പല ഈ പാർക്കുകളുണ്ട് ജലാശയങ്ങളോട് കൂടിയ. എല്ലാവരും ചെന്ന് എടുത്തിയാടുന്ന് കൊച്ചുങ്ങളെയൊക്കെ കൊണ്ടുപോകും, ടൂറിനൊക്കെ പോകും. അപ്പൊ അതൊക്കെ ഒരു പരിധി വരെ ഒഴിവാക്കുന്നത് നന്നായിരിക്കും. അതെ.
ഇനി ഏകദേശം നമുക്ക് ഇത്രയും ഐഡിയാസ് ഒക്കെ കിട്ടി. ഇന്ന് നമ്മുടെ ഈ ചർച്ചയിൽ നിന്ന് പ്രധാനമായിട്ടും വന്നിരിക്കുന്നത് ഈ ഒരു രോഗം ഉണ്ടെന്നല്ലാതെ അത് ഒരു ഹോമിയോപ്പതി ഡോക്ടർമാർക്ക് പ്രാപ്യമല്ലാത്തൊരു കാര്യമാണെന്നും അത് ഒരു ഇത് കാണാൻ പറ്റാത്ത ഒരു കാണാക്കനിയാണെന്നുള്ള ആ ഒരു അവസ്ഥ മാറണം. അതിന് ഇപ്പൊ തന്നെ നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ ഇതുപോലുള്ള പല അസുഖങ്ങൾ വരുമ്പോൾ നമുക്ക് ഇപ്പോഴേ നമ്മൾ അതിന് ഒറ്റക്കെട്ടായിട്ട് നിൽക്കുകയും അല്ലെങ്കിൽ IFPHന്റെ റെപ്രസെന്റേഷൻ ഇതൊന്ന് ഈ കേസ് സ്റ്റഡി നടത്തുന്നതിന് വേണ്ടി നമുക്കത് കിട്ടാൻ വേണ്ടി എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ആർക്കാണ് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ അത് തീർച്ചയായിട്ടും ചെയ്യണം എന്നുള്ളതാണ് നമുക്ക് ഇന്നത്തെ ചർച്ചയിൽ നമുക്ക് ചർച്ച കൊണ്ടുള്ള പ്രയോജനം, ചർച്ച കൊണ്ട് ഉണ്ടാകേണ്ട പ്രയോജനം. ശൈല, അനിലും കുറുപ്പ് സാറും എല്ലാം കൂടി ഒന്ന് ആലോചിച്ചിട്ട് സേട്ടിനും അറിയാലോ, സേട്ടും ഒക്കെ ആയിട്ട് ഇത് ഡയറക്റ്റായിട്ട് നമുക്ക് അതിൻ്റെ പെറ്റീഷൻ കൊടുക്കണം. അതായിരിക്കും ഏറ്റവും നല്ലത്. ഇവർക്കൊക്കെ CCRCയിൽ ഇപ്പോൾ സേട്ടിനാണെങ്കിലും നല്ല ഇൻഫ്ലുവൻസ് ഉണ്ടാവും. ഇപ്പോൾ കുറുപ്പിനാണെങ്കിലും അവിടെ ആരെങ്കിലും ഒക്കെ അറിയാതിരിക്കില്ല. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ കൊടുത്ത് നമുക്കത് ഇത് പെറ്റീഷൻ കൊടുക്കാനായിട്ട് ഉള്ള ഒരു ഇത് ഏറ്റവും വേഗത്തിൽ ഈ പറഞ്ഞ പോലെ, കുറുപ്പ് പറഞ്ഞ പോലെ ഇതങ്ങ് കഴിയുമ്പോഴത്തേക്കും അതങ്ങ് മാറും, പിന്നെ അടുത്തതാവും, ഓരോ വേരിയൻ്റ് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഏറ്റവും വേഗത്തിൽ നമുക്ക് എന്ത് വന്നാലും ഇങ്ങനെയുള്ള ഇതിന് നമുക്കും കൂടെ ചികിത്സിക്കാനുള്ള അവസരം തരണം എന്നും പറഞ്ഞുകൊണ്ട് ഇത് ചെയ്യണം. പേഴ്സണൽ ഇൻഫ്ലുവൻസ് ഒക്കെ ചെലുത്താനേ പറ്റുള്ളൂ. അന്ന് ഡോക്ടർ ഈശ്വരദാസും ഡോക്ടർ രാധയൊക്കെ അന്ന് ഡൽഹിയിലുണ്ടായിരുന്നു, അതുകൊണ്ടാണ് അത് പറ്റിയത്. അങ്ങനെ നമ്മൾ പേഴ്സണൽ ഇൻട്രസ്റ്റ് എടുത്ത് പേഴ്സണൽ ആൾക്കാരെ കണ്ട് ഇത് ചെയ്തെങ്കിൽ മാത്രമേ അതുകൊണ്ട് പ്രയോജനം ഉള്ളൂ. അല്ലാതെ നമ്മളിവിടെ ഇന്ന് എന്നാക്കി എഴുതിയാലും അവരെടുത്ത് ആ ഫയലിലെങ്കിൽ ഞാൻ ഹെഡ് ഓഫീസിൽ ഡൽഹിയിലുള്ളവരുമായിട്ട്, നമ്മുടെ തന്നെ IFPHലുള്ള ഡൽഹിയിലുള്ളവരുമായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് നമ്മൾ അതിന്റെ സഹാനി സാറൊക്കെ ഉണ്ടല്ലോ, അത് തന്നെ സഹാനി സാറൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ ശ്രമിക്കാൻ നടക്കും. പ്രകാശ് സാറ്. അതായത് ഞാൻ ഹിന്ദിയുടെ ക്ലാസ് എടുക്കാൻ എന്നെ ആദ്യം അതിന്റെ കോർഡിനേറ്ററായിട്ട് തീരുമാനിച്ചത്. ഞാൻ എൻ്റെ കൂടെ ജോലി ചെയ്തവര് ഡൽഹിയിൽ പരിചയം ഇഷ്ടം പോലെ എനിക്ക് ആൾക്കാരുണ്ട്. ഒറ്റ ഒരെണ്ണം റിപ്ലൈ തന്നില്ല. അതിനകത്ത് സഹാനി സാർ എന്ന് വിളിച്ചപ്പോൾ എല്ലാവരും വന്നു, എൻ്റെ കൂട്ടുകാർ വരെ വന്നു. അതാണ് അതിൻ്റെ അകത്ത്. നമ്മൾ ഇവിടെ ഇരുന്ന് ഈ കേരളത്തിന്റെ ഒരു കോണിലിരുന്ന് കൂവിയാലൊന്നും അവിടെ ആരും ഒന്നും മൈൻഡ് ചെയ്യില്ല. അല്ലേ, അത് കൂടി നമ്മൾ കൊടുത്തിട്ടല്ലേ നമുക്ക്. അതെ, അതിന് ആദ്യം റീച്ചിനും കൂടെ ഒന്ന് ശ്രമിക്കുക. റീച്ച് എന്നാ ചെയ്യുന്നു? അല്ല, റീച്ചിനെ ഒന്നും അവര് ഒരു മുഖവിലേക്ക് എടുക്കുന്നില്ല സാറേ. ഞാനും റീച്ചിലൊക്കെ ഇടപെട്ട് പ്രവർത്തിച്ച ആളല്ലേ. ഇങ്ങനെയുള്ള രോഗങ്ങൾ വരുമ്പോഴത്തേക്ക് റീച്ചിനെയോ അർഹിക്കുന്ന പ്രാധാന്യം തരാറില്ല ആരോഗ്യവകുപ്പ്. സഹാനി സാറ് മുഖാന്തരം ഡൽഹിയിലുള്ളവരുമായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് അതും വേഗം വേണം. നമ്മൾ അങ്ങനെ തവച്ചിരുന്നാൽ സമയം പോകും. എന്തായാലും ഇതിന് ഒരു റെപ്രസെന്റേഷൻ CCRSലും അതിപ്പോ ഇതിന്റെ നമ്മൾ തന്നെ ഇവിടെ ഇരുന്ന് തീരുമാനിച്ചാൽ മതിയോന്ന് എനിക്കൊരു സംശയമുണ്ട്. അതായത് ഷാജി കുഴിയാത്തും പ്രസിഡന്റും ഇതിന്റെ സെക്രട്ടറി ഒക്കെ കൂടെ ഇരുന്ന് ആലോചിച്ചാലേ പറ്റുള്ളൂ. നമ്മളിവിടെ നിന്ന് എന്നാക്കാൻ പറ്റുമെന്ന് പറഞ്ഞാലും അതിന് പ്രയോജനം. നമ്മൾ പറയുന്നത്, നമ്മള് ഈ ചർച്ചയില് വന്ന ആ ഒരു തീരുമാനം അത് മേളിലോട്ട് നമ്മൾ ഫോർവേഡ് ചെയ്യുക. അത്ര ഇത് റെക്കോർഡല്ലേ, റെക്കോർഡ് ചെയ്യുന്ന സംഗതിയല്ലേ, അവര് കേട്ടോളും. അതെ, തീർച്ചയായിട്ടും. അപ്പൊ ഇത്രയും പേര് നമ്മൾ ഇരുന്ന് ഈ ചർച്ച ചെയ്തപ്പോ ഉണ്ടായ ഒരു അഭിപ്രായമില്ലേ. അതുകൊണ്ട് ആരെങ്കിലും പേഴ്സണൽ ഇൻട്രസ്റ്റ് എടുത്ത് റെപ്രസെന്റേഷൻ കൊടുക്കാൻ പറ്റും. നമ്മുടെ ഇതിന്റെ അകത്ത് ഒത്തിരി പേര് ക്ലാസ് എടുക്കാൻ വരുന്നുണ്ട്. വേഗം ശ്രമിക്കണല്ലേ അത് സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ. തീർച്ചയായും ശ്രമിക്കാം, നമുക്ക് ശ്രമിക്കാം. നമുക്ക് റെപ്രസെന്റേഷൻ കൂടി എല്ലാവരുടെയും അഭിപ്രായം ക്രോഡീകരിച്ചല്ലേ ചെയ്യുന്നത്. ഞങ്ങൾക്ക് മാത്രം അഭിപ്രായം ഒന്നും ഇല്ല. തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇത്രയും പേരുണ്ട്, ഇപ്പൊ 34 പേരൊക്കെ ഉണ്ട്. ഈ ഇത്രയും പേരുടെ അഭിപ്രായം അതാണല്ലോ. അതെ അതെ, അത് നമുക്ക് തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും അതൊരു അഭിപ്രായം തന്നെയാണ്. നമ്മൾ തീർച്ചയായിട്ടും അതിനുവേണ്ടി പ്രവർത്തിക്കും, ചെയ്യാൻ പറ്റും.
ചെയ്യാൻ പറ്റും, ചെയ്യാൻ പ്രവർത്തിക്കണം. പറ്റും. പിന്നെ ആ പിന്നെന്താ? അപ്പോ വളരെ സന്തോഷം. ഞാനും ഈ 10:30 വരെ എങ്ങനെ കൊണ്ട് എത്തിക്കുമെന്നാണ് വിചാരിച്ചത്. 2 പക്ഷെ മിനിറ്റ് കൂടുതലായി. 2 അത് മിനിറ്റ് നമുക്ക് കൂടുതലുമായി. നമ്മള് എല്ലാവരുടെയും പ്രശ്നമല്ലേ, ഹോമിയോപ്പതിക്ക് വേണ്ടിയിട്ടാണ് 2 മിനിറ്റ് കൂടുതൽ. അതുകൊണ്ട് അത് നഷ്ടമല്ല, നല്ലതാണ്. ഓക്കെ. അതെ അപ്പോ അതെ വളരെ സന്തോഷം. അത്യാവശ്യത്തിന് ഉപകരിക്കുന്ന കുറുപ്പ് സാറാണ്. സാറിനെ വിളിക്കാൻ പറ്റി. അതുപോലെ തന്നെ ധനേഷ് ഡോക്ടർ ആമുഖം തുടങ്ങി വെച്ചു. അമ്പാടിയമ്മയും നമ്മോടൊപ്പം കൂടി, അനിൽകുമാർ ഡോക്ടറും കൂടി, മറ്റ് പ്രശോഭനൻ ഡോക്ടർ പങ്കെടുത്തു. ബാക്കി എല്ലാവരും ഇന്ന് സൂമിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദിയും ശുഭരാത്രിയും നേരുകയാണ്. നമസ്കാരം. ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ്.